ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു? അമീൻ അല്ലേ? അമീൻ എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. അപ്പൊ നിങ്ങൾക്ക് അറിയാം, അതിനു മുമ്പ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി അല്ലേ? അമീൻസിന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി അല്ലേ? അത് നോക്കിയിട്ടുണ്ടോ? അപ്പൊ ഇന്ന് നമുക്ക് അമീൻസ് എടുത്ത് തന്നെ പോവാം. അമീൻസിൽ ഫസ്റ്റ് നമ്മൾ എടുത്തത് ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ആയിരുന്നു. ഏതൊക്കെയായിരുന്നു ക്ലാസിഫിക്കേഷനിൽ? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. അതില് പ്രൈമറി എന്ന് പറയുന്ന സമയത്ത് NH2 ആണ് വരുന്നത്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? NH കേട്ടോ. അമീൻസിന്റെ കേസിൽ എന്താ വരുന്നത്? NH. ഓക്കെ, അത് നോമൻക്ലേച്ചർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ N കൊടുത്തിട്ട് N മീഥൈൽ അങ്ങനെയൊക്കെ വരും അല്ലേ? ദെൻ ടെറിഷറി വന്ന സമയത്ത് എന്തായിരുന്നു? NN ഡൈമീഥൈൽ അങ്ങനെയൊക്കെ വന്നു അല്ലേ? ഓർത്ത് നോക്കുക, N മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ H ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് പ്രിപ്പറേഷൻ ഓഫ് അമീൻ. 3 ഹെഡിങ്സ് ഉണ്ടായിരുന്നു. 3 ഹെഡിങ്സില് ഫസ്റ്റ് ഹെഡിങ് വരുന്നത് റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. സെക്കൻഡ് ഹെഡിങ് റിഡക്ഷൻ ഓഫ് സയനൈഡ്. തേർഡ് ഹെഡിങ് റിഡക്ഷൻ ഓഫ് അമൈഡ്. കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ 3 ഹെഡിങ്സ് ഒരുമിച്ച് പറയാം. റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്, സയനൈഡ്, അമൈഡ്. 3 അമൈഡ് ഉണ്ടോ? അപ്പൊ നൈട്രോ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ? ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ NO2 വരും. എല്ലാവരോടും ചോദിക്കട്ടോ, അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കണം. ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ NO2, അതിന് റെഡ്യൂസിങ് ഏജന്റ്. ഏതൊക്കെ റെഡ്യൂസിങ് ഏജന്റ് ഇടാന്ന് പറഞ്ഞു? SN + HCl, Fe + HCl, ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ്, Ni + അല്ലേ CD അല്ലേ? Ni നിക്കൽ പലേഡിയം H2 കേട്ടോ. അപ്പോ ഏത് റെഡ്യൂസിങ് ഏജന്റ് വേണമെങ്കിലും ഇടാം. അതൊക്കെ നമ്മൾ ഓറിട്ട് എഴുതി. ഓക്കെ, ക്ലിയർ ആണോ? ഓർത്ത് നോക്കാം. ഇല്ല, നിക്കൽ വേറെ, നിക്കൽ ആൻഡ് ഹൈഡ്രജൻ, പലേഡിയം ആൻഡ് ഹൈഡ്രജൻ. ഇനി നിക്കലും പലേഡിയം ഹൈഡ്രജനും കഴിഞ്ഞാലും വരും കേട്ടോ. ഓർത്ത് നോക്കാം, കാരണം ഇതെല്ലാം എന്താണ്? റെഡ്യൂസിങ് ഏജന്റുകളാണ്. ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ സയനൈഡ്, അതുപോലെ തന്നെ എന്തായിരുന്നു? അമൈഡ് അല്ലെ? RCO NH2. അപ്പോ കോമൺ റെഡ്യൂസിങ് ഏജന്റ് എന്തായിരുന്നു? ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ട് ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ് കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറയാം. റിഡക്ഷൻ ഓഫ് ഏതൊക്കെയായിരുന്നു? അവിടെ നിന്ന് പറയാം. റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്, സയനൈഡ്, അമൈഡ്. പറഞ്ഞു എല്ലാവരും ചെയ്യും. റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്, സയനൈഡ്, അമൈഡ് അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാതെ കരുതി നിൽക്കാൻ പറ്റില്ല. മെമ്പർ റിഡക്ഷൻ ഓഫ് അമൈഡ് കണ്ടോ? മൈക്കിൾ അതുപോലെ ഗൂഗിളിലേക്ക് പറയാനായിട്ട് ഓൺലൈനിൽ നിൽക്കുകയാണ് കേട്ടോ. ഓർത്ത് നോക്കുക. സൗരഭ് ചോദിക്കട്ടോ, സൗരഭ് പറയണം. അടുത്ത ഇതില് മെമ്പർ ഏതൊക്കെയാ? റിഡക്ഷൻ ഓഫ് അമൈഡ്. മെമ്പർ പറഞ്ഞു വിടാം. സൈനൈഡ് കേട്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ കൂടി പറയാം. അത് കഴിഞ്ഞിട്ട് ഓൺലൈനിൽ പറഞ്ഞു കേട്ടോ. ഗൂഗിളോ ഞാൻ പറഞ്ഞേ. വീഡിയോ ഓണാക്കി എല്ലാവരും ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ. നൈട്രൈൽ സൈനൈഡ്. ഓക്കെ, ദെൻ സൗരഭ് ഞാൻ പറഞ്ഞു മതി. റിഡക്ഷൻ ഓഫ് അമൈഡ് കേട്ടോ. അമൈഡ് RCO NH2 അമൈഡ്. ഓക്കെ, ദെൻ മൈക്കിൾ മിഷേൽ പറഞ്ഞു കേട്ടോ. ഓർത്തോക്കെ. സൈൻ. ദെൻ നെക്സ്റ്റ് ആത്മ പറഞ്ഞു. അമൈഡ് കേട്ടോ. ഓർത്തോ. ദെൻ ഇനി നമുക്ക് ഇതിൽ 3 പ്രിപ്പറേഷൻസ് കൂടി ഉള്ളൂ. അതിൽ ഫസ്റ്റ് വരുന്നതാണ് അമോണോലിസിസ് റിയാക്ഷൻ. ഹെഡിങ് എഴുതി നോക്കുക എല്ലാവരും. അമോണോലിസിസ് റിയാക്ഷൻ. ആ പ്രിപ്പറേഷനില് 4th ഹെഡിങ്, 4th കേട്ടോ. ഓർത്തുക. ഇത്തരം വരെ നമ്മൾ 3 ആണ് എഴുതിയിരിക്കുന്നത്. 4th ഹെഡിങ് എഴുതി വെക്കുക. അമോണോലിസിസ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ ഒരു സ്പെഷ്യൽ കേസ് ഉള്ളത്. ഇതിൽ നിന്നാണ് നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൽക്കഹോൾ ഒക്കെ കിട്ടുന്നത് കേട്ടോ. ഓർത്തുക. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഒക്കെ കിട്ടുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമീൻ കേട്ടോ. അമീനാണ്, ആൽക്കഹോൾ അല്ല. ഇതെല്ലാം കിട്ടുന്നത് ഈ ഒരു പ്രിപ്പറേഷനിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, അമോണോലിസിസ് റിയാക്ഷൻ. ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ കേട്ടോ. ടെക്സ്റ്റ് വേർഡിംഗ് ഒന്ന് എഴുതി വെച്ചോ. ടെക്സ്റ്റ് അതില്ല, ഒന്നും എഴുതി വെച്ചു കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചോ. പ്രിപ്പറേഷൻ ഓഫ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമീൻ. Preparation of
ഫസ്റ്റ് പോയിന്റ് കേട്ടോ, പ്രിപ്പറേഷൻ ഓഫ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമീൻ. പ്രിപ്പറേഷൻ ഓഫ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമീൻ. ഇനി ഇതിന്റെ ഒരു ജനറൽ ആയിട്ട് വരുന്ന ഇക്വേഷൻ ആണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. RX എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആൽക്കൈൽ ഹാലൈഡ്. X എന്ന് പറഞ്ഞാൽ ആരൊക്കെയാവാം? ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലേ? ഓർത്ത് നോക്കാം. അതിലേക്ക് NH3 ആഡ് ചെയ്യും. ഇത് നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചേക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്. ആ പ്ലേസ് വീട്ടിൽ പോയിട്ട് നോക്കിയാൽ അറിയാം. നമ്മൾ ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോരിൻ ഇല്ലേ, അതിൽ SN2 ഓർമ്മയുണ്ടോ? സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ ബൈമോളിക്കുലർ. അത് മുമ്പ് ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ ആദ്യത്തേത് വരുന്ന RX പ്ലസ് വാട്ടർ, then RX പ്ലസ് NaOH, RX പ്ലസ് KCN ആഡ് ചെയ്ത് എന്തോരും RCN അല്ലേ? ആ ടേബിളിൽ ഇതുണ്ട് കേട്ടോ. ആ ടേബിളിൽ ഇത് കിടപ്പുണ്ട്. അവിടെ ഈ 3 കിടപ്പുണ്ട് കേട്ടോ. അവിടെയാണ് ആദ്യമായിട്ട് ആ ടേബിളിൽ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ത് റിയാക്ഷൻ ആണത്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി എങ്ങനെയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കാം. NH ഉണ്ട്, ഈ Hഉം Xഉം കൂടി ഇവിടുന്ന് HX ആയിട്ട് പോയി. ബാക്കി ആരൊക്കെ ഉണ്ട്? അപ്പൊ ഇവിടുന്ന് ഒരു H, ഇവിടുന്ന് X ഉണ്ടോ? HX മൈനസ് എന്നാണ് കേട്ടോ. റെഡിൽ കൊടുത്തേക്കുന്നതെല്ലാം -HX കിട്ടുന്നത്. മൈനസ് അവിടെ നിന്ന് റിമൂവ് ചെയ്യാണ്, എലിമിനേറ്റ് ചെയ്തു. ബാക്കി അതൊക്കെ ഉണ്ട്. ഇവിടുന്ന് H പോയ NH2, ഈ R കൂടി ജോയിൻ ചെയ്യുമ്പോൾ RNH2. ഈ അമീന്റെ പേരെന്താ? പ്രൈമറി അമീൻ അല്ലെ? ഇതെന്തായിരിക്കും? പ്രൈമറി അമീൻ ആണ് ഇവിടെ കിട്ടുന്നത്, പ്രൈമറി അമീൻ. ഇനി നോക്കിയേ, ഈ കോമ്പൗണ്ടിലേക്ക് വീണ്ടും RX ആഡ് ചെയ്യും. അങ്ങനെ വരുമ്പോ X ഹാലജൻ ഇവിടുന്ന് 1H കൂടി എടുക്കും, -HX. അപ്പൊ 2 R വരും. അതാണ് R2. റിമൈനിങ് H റിമൂവ് ചെയ്താൽ NH, R2NH കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഈ കളറിലേക്ക് ഇട്ടേക്കുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. HX റിമൂവ് ചെയ്താൽ ബാക്കി ആരൊക്കെയുണ്ട് അവർ ജോയിൻ ചെയ്യിപ്പിക്കാം അല്ലെ? HX റിമൂവ് ചെയ്തു, ബാക്കി ആൾക്കാരുണ്ട് അവർ ജോയിൻ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് എന്ത് വരും? R2NH അല്ലെ? അതിലേക്ക് വീണ്ടും RX ആഡ് ചെയ്യും, X ഉം H ഉം ഉണ്ട്. ഒരു H ഉള്ളൂ. HX -HX റിമൂവ് ചെയ്തു, -HX അവിടെ നിന്ന് പോയി. അപ്പൊ എന്ത് തോന്നുന്നു? R3N. ഈ R3N എന്ന് പറഞ്ഞാൽ ഇതെന്തായിരിക്കും? ടെറിഷറി അമീൻ ആയിരിക്കും. ടെറിഷറി അമീൻ ഇതെന്തായിരിക്കും? സെക്കൻഡറി അമീൻ. അപ്പൊ പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെറിഷറി അമീൻ. അടുത്ത സ്റ്റെപ്പിൽ നോക്കുക. ഇതിൽ വീണ്ടും RX ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ജോയിൻ ചെയ്യും. അപ്പൊ കിട്ടുന്നത് 4 ആണ്. ക്വാട്ടർണറി അമോണിയം സോൾട്ട്. ഇതിനെ എന്താ വിളിക്കുന്നത്? ക്വാട്ടർണറി അല്ലേ? അമോണിയം സോൾട്ട്. സോൾട്ട് എന്ന് പറഞ്ഞത് സോൾട്ട് ശരിയാ, ഇയാൾ പറഞ്ഞ പോലെ കാറ്റയോണും ആനിയോണും ഉണ്ടാവും അല്ലെ? ഓർത്തു നോക്കുക. എന്താണ് ആക്ച്വലി അതുപോലെ ഈ R അല്ലെ? NX എന്തായിരിക്കും? നെഗറ്റീവ്. ഇതിന്റെ മുകളിൽ എന്തായിരിക്കും? പ്ലസ് എന്നുണ്ടാവും കേട്ടോ. ഓർത്തു നോക്കുക. അപ്പൊ ഇതിപ്പോ എഴുതിയില്ലെങ്കിലും ഇങ്ങനെ ഒരു ഉണ്ടാവും കേട്ടോ. ഓർത്തു നോക്കുക. അതുകൊണ്ട് ക്വാട്ടർണറി അമോണിയം സോൾട്ട്. ഇതാണ് ജനറൽ ഇക്വേഷൻ കേട്ടോ. ഓർത്തു നോക്കുക. ഇത് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ എഴുതാം. ഇതിന്റെ എക്സാമ്പിൾ ആണ് താഴെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് എക്സാമ്പിൾ R ന് പകരം CH3, X ന് പകരം Cl കണ്ടോ. ഓർത്ത് നോക്കാം. then NH3 ആഡ് ചെയ്തു, -HCl, then CH3, NH2. ഇവിടുന്ന് എന്താ പോകുന്നത്? H ഉം Cl കണ്ടോ, HCl. ഇപ്പൊ ഒന്ന് നോക്കിയോ കേട്ടോ, പറയണം കേട്ടോ. ബോർഡിൽ വന്ന് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും കേട്ടോ. വൈകി വന്ന അങ്ങനെയൊക്കെ ചില ഗുണമൊക്കെ ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പോ HCl പോയി കണ്ടോ, HCl പോയി. ബാക്കി എന്തുണ്ട്? HCl പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് H പോയാൽ റിമൂവ് ചെയ്താൽ NH2 അല്ലേ? ഓർത്ത് നോക്കുക. അത് CH3 കൂടി ജോയിൻ ചെയ്യും. അപ്പൊ എന്ത് വരും? CH3 NH2. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും എന്ന് പറഞ്ഞേ. ട്വൈസ്. വെരി ഗുഡ്. ഉണ്ടോ? എന്ത് വരും? NH കിട്ടുന്നുണ്ടല്ലോ. ഐഡിയ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ ഓർത്ത് നോക്കുക. ഒരു CH3, ഈ CH3 അതാണ് CH3 ട്വൈസ് കേട്ടോ. ഓർത്ത് നോക്കുക. എന്തുകൊണ്ടാ? ഇവിടെ നിന്ന് ഒരു Cl ഉം ഒരു H ഉം. അപ്പൊ ഇത് എങ്ങനെ പഠിക്കണം അതാണ് ആദ്യം ഓർത്ത് നോക്കേണ്ടത്. ഇതില് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രൈമറി അമീൻ ഇവിടെ വരെ പഠിക്കുക എന്താണ് വരുന്നത്. ഇതിലെല്ലാത്തിലും എല്ലാ സ്റ്റെപ്പിലും ആരാണ് റിമൂവ് ചെയ്യുന്നത് അത് മാത്രം പഠിച്ചാൽ മതി. എന്താണ്? HCl. പിന്നെ ബ്രെയിൻ ആലോചിച്ചോളും. HCl റിമൂവ് ചെയ്യുക, ബാക്കി ആൾക്കാർ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഓരോ സ്റ്റെപ്പിലും HCl റിമൂവ് ചെയ്യുക, ബാക്കി ആൾക്കാർ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട പ്രോസസ്സ് കേട്ടോ. ഓർത്ത് വെക്കുക. അല്ലാതെ കാണാതെ ഇങ്ങനെ എഴുതിയൊക്കെ പോകും. എക്സാമിന് വരുമ്പോൾ ഇതെങ്ങനെ വരും എന്നുള്ള ഡൗട്ട് വരും. HX വേഗം എടുത്ത് എഴുതുക കേട്ടോ. അമോണോലിസിസ് റിയാക്ഷൻ. ഇഗ്നാസി നമ്മുടെ ലാസ്റ്റ് ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ആണ്. അമോണോലിസിസ് റിയാക്ഷൻ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ അവിടെ എഴുതുക കേട്ടോ. അപ്പൊ വേഗം എടുത്ത് എഴുതാം.
അതിലേക്ക് RX ആഡ് ചെയ്ത് എന്തൊരു CH3 4 ടൈം NCl കേട്ടോ. അത് എഴുതിക്കോ, വേണമെങ്കിൽ എഴുതിക്കോ, നിർബന്ധമില്ല കേട്ടോ, കാരണം അധികം അങ്ങനെ വരാറില്ല. ഈ ഒരു സ്റ്റെപ്പും കൂടി ഒന്ന് എഴുതിക്കോ കേട്ടോ, ഓർക്കുക. ഇതിലേക്ക് വീണ്ടും എന്താ ആഡ് ചെയ്യണം? എല്ലാ സ്റ്റെപ്പിലും ഒരാൾ ആഡ് ചെയ്യും, ഒരാൾ റിമൂവ് ചെയ്യും, അങ്ങനെ ഓർത്ത് വെക്കുക അല്ലേ. എന്താ ആഡ് ചെയ്യുന്നത്? CH3Cl ഓർത്ത് വെക്കുക. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എത്ര CH3 ഇപ്പൊ ടോട്ടലി 4 ആയില്ലേ? അപ്പൊ എങ്ങനെ എഴുതും? CH3 4 ടൈം ഇവിടെ എന്ത് വരും? NCl. ഇവിടെ ഒരു പ്ലസ് കൊടുത്തേക്കാം, ഇവിടെ ഒരു മൈനസ്. സോൾട്ട് ആണ് കേട്ടോ. ഇയാളുടെ പേര് എഴുതും കേട്ടോ, ക്വാട്ടർണറി അമോണിയം സോൾട്ട്. ഇതൊക്കെ എന്തായിരിക്കും? ഇതിന് താഴെ എഴുതണം കേട്ടോ, പ്രൈമറി അമീൻ. ഇതെന്തായിരിക്കും? സെക്കൻഡറി അമീൻ. എന്തായിരിക്കും? ടെറിഷറി അമീൻ. അപ്പൊ ഓർത്ത് വെക്കാം, നമുക്ക് എപ്പോഴെങ്കിലും സെക്കൻഡറി അമീനോ ടെറിഷറി അമീനോ ആണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ട് ആരെ ഓർക്കണം? അമോണലിസിസ് അല്ലെ? ഓർത്ത് വെക്കാം. നമുക്ക് 6 പ്രിപ്പറേഷൻ ആണ്, അതില് നമ്മൾ മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ടത് ഇങ്ങനെയായിരിക്കണം കേട്ടോ. ഓക്കെ, അത് കിട്ടണം. സോൾട്ട് ഇല്ല. എന്തുകൊണ്ട്? അല്ല, നൈട്രജന്റെ വാലൻസി കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായി കേട്ടോ. അതുകൊണ്ടാണ് സോൾട്ട് ആയതുകൊണ്ടാണ് അവിടെ പ്ലസ് വരുന്നത്. അല്ലെങ്കിൽ നിൽക്കാൻ പറ്റുമോ? നൈട്രജൻ എത്ര വരുള്ളൂ? 3 അല്ലേ വരുള്ളൂ. പിന്നെന്ത് ചെയ്യും? അവിടെ നിന്ന് ഒരെണ്ണം ഡൊണേറ്റ് ചെയ്യും, അപ്പൊ പ്ലസ് വരും. അതുകൊണ്ട് അത് 4 റിസീവ് ചെയ്യണേ, മനസ്സിലായി? അല്ലെങ്കിൽ 4 കാർബൺ വരില്ലല്ലോ. ഇപ്പൊ കാർബണിന്റെ ഇതാവാൻ കാരണം ഇവിടെ നിന്ന് ഒരു പ്ലസ് പോകുമ്പോൾ അവിടെ എന്താവും? നൈട്രജന് ഔട്ടർ മോസ്റ്റിലെ ഇലക്ട്രോൺസ് അറിയാലോ, 7 അല്ലേ? 2,5. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ 4 വന്നാ എത്ര ആൾക്കാർ റിസീവ് ചെയ്യാം? ഈ 4 റിസീവ് ചെയ്യാം. അത് പ്ലസ് ആയി. അപ്പൊ എന്ത് ബോണ്ടാത്? അയണിക് ബോണ്ട്. അയണിക് ബോണ്ട് ആകുമ്പോൾ എന്താവും? സോൾട്ട് ആവും കേട്ടോ. അങ്ങനെ ആലോചിക്കണം കേട്ടോ. നെക്സ്റ്റ് റിയാക്ഷൻ എടുത്തു കേട്ടോ. അടുത്ത റിയാക്ഷന്റെ പേര് ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ കേട്ടോ. ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ, GAPRIEL, ഗബ്രിയേൽ താലിമൈഡ്. PH ന് പ്രൊനൗൺസിയേഷൻ ഇല്ല, PHTHALIMIDE
PHTHALIMIDE ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. ഇതിനെയാണ് അവര് താൽ അമൈഡ് എന്ന് വിളിക്കുന്നത്. ഈ താലമൈഡ് നമ്മൾ കണ്ടതാണ്. എവിടെയാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇതിനു മുമ്പ് പഠിച്ചതാണ്. കഴിഞ്ഞ താലിക് ആസിഡ് ടു താലമൈഡ് എവിടെയാ പഠിച്ചത്? കാർബോക്സിലിക് ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് വരുന്നത് അൺഹൈഡ്രൈഡ്, സെക്കൻഡ് വരുന്നത് കാർബോക്സിലിക് ആസിഡിലേക്ക് എന്തൊക്കെ ഇടും? SOCl2 ECl5. അപ്പൊ OH പോയിട്ട് അവിടെ എന്ത് വരും? Cl വരും. തേർഡ് വരുന്നത് NH3 ആഡ് ചെയ്യും അല്ലെ? COH-ലേക്ക് NH3 ആഡ് ചെയ്താൽ എന്ത് വരും? അമൈഡ്. അതിന്റെ അണ്ടറിലാണ് എഴുതി പഠിച്ചത്. ഇപ്പൊ തേർഡ് ഹെഡിങ്ങിലാണ് കേട്ടോ. അപ്പോ കാർബോക്സിലിക് ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിലെ തേർഡ് ഹെഡിങ്ങിന്റെ അവിടെയാണ് നമ്മൾ ഇത് പഠിച്ചത്. ഇതിനെ വിളിക്കുന്നത് താലിമൈഡ്. ഈ താലിമൈഡിലേക്ക് KOH ആഡ് ചെയ്യും. ദെൻ KOH ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയേ, H-ഉം OH-ഉം കൂടി ചേർന്നാൽ എന്തുണ്ടാവും? H2 അങ്ങ് പോകും. ബാക്കി എന്തുണ്ട്? NK അങ്ങ് വരും. NK ദെൻ RX. X എന്ന് പറഞ്ഞാൽ ഹാലജൻ ആണ്, ക്ലോറിൻ അല്ലെ, അല്ലെങ്കിൽ ബ്രോമിൻ. ഹാലജന് പൊട്ടാസ്യം അല്ലെ, അവരായിട്ട് അഫിനിറ്റി ആണ്. അപ്പൊ KX അങ്ങ് പോകും. ബാക്കി എന്തുണ്ടാവും? NR. അപ്പൊ KX പോകാൻ കാരണം അഫിനിറ്റി കൂടുതലാണ് അല്ലെ. അപ്പൊ KX അല്ലെങ്കിൽ KCl കണ്ടോ? ഓർക്കുക, അത് അവിടെ നിന്ന് പോകും. ബാക്കി NR വരും. NR. ദെൻ NR വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ NaOH റിയാക്ട് ചെയ്യും. ഈ NaOH റിയാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാകും. ബാക്കി ഇവിടെ നോക്കിയേ RNH2 ഉണ്ടാവും. ഇതാണ് വരുന്നത്. അപ്പൊ ഈ സ്റ്റെപ്പ് ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് ഇവിടെ നിന്ന് ഇത് എങ്ങനെ വന്നു എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു സംഭവം വരച്ചിട്ടേക്കാം. അത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. നിങ്ങൾക്ക് അത് എങ്ങനെയാണ് അതിന്റെ ലോജിക്ക് വരുന്നത്. ഈ NaOH ഒരെണ്ണമൊന്നുമല്ല, ഈ RX ഒരെണ്ണമല്ല, കുറെയാണ് അല്ലെ. റിയാക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇടുന്നതെല്ലാം എക്സസ് ആയിട്ടാണ് അല്ലെ, എക്സസ് ആയിട്ടാണ്. ഓർത്ത് നോക്കാം അല്ലെ. ഇയാൾ വെള്ളം ചോദിച്ചാൽ ഞാൻ ഒരു തുള്ളി വെള്ളമായിട്ട് അങ്ങനെ കൊണ്ടുതരാം അല്ല, ഒരു ഗ്ലാസ്സിൽ അല്ലെ കുറച്ച് എമൗണ്ട് കൊടുത്തു തരും, അല്ല അതൊരു ബക്കറ്റ് തരും ഇല്ല അല്ലെ. ഓർത്ത് നോക്കാം. അപ്പൊ ഒരു ലിമിറ്റഡ് എമൗണ്ട്. അതുപോലെയാണ് ഇതിലെല്ലാം എന്താണ് ആക്ച്വലി വന്നേക്കുന്നത്. ഇവിടെ ആലോചിക്കേണ്ട റൂൾ ഇതാണ്. ഇവിടെ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബ്രേക്ക് ഡൗൺ. നിങ്ങൾക്ക് അറിയാലോ, ക്ലീവേജ് ബ്രേക്ക് ഡൗൺ. അപ്പൊ NaOH ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഈ NaOH ഇവിടെ ബ്രേക്കിംഗ് നടക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. ആ ബ്രേക്കിംഗ് ഒന്നും കൂടി റെഡിൽ ഒന്ന് മാർക്ക് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഇതുണ്ടോ? ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓർത്ത് നോക്കാം. RN എത്ര H ഉണ്ട്? ഇപ്പോ 2H. അതാണ് ഇവിടെ വരുന്ന RNH. ബാക്കി നോക്കിയേ COONA. ഇവിടെ നോക്കിയേ COONA. അതാണ് ഇവിടെ വന്നേക്കുന്നത്. ആണോ? ക്ലീവേജ് നടന്നിട്ട് വരുന്ന പ്രോസസ്സാണ്. ഇനി ഇത് പഠിക്കുന്നതിന് മുമ്പ് കേട്ടോ ഓർത്ത് നോക്കി, ഇത് കാണാതാണ് എഴുതിപ്പിക്കുന്നത്. ബോർഡിൽ അതിന് നോക്കാൻ സമയമില്ല, കാരണം അത് സിമ്പിൾ ഇക്വേഷൻ ആണ് കേട്ടോ. അവിടെ പറഞ്ഞു അല്ലേ സിമ്പിൾ. അപ്പോ ഇതിൽ ആദ്യം നിങ്ങൾ തെറ്റാതിരിക്കണമെങ്കിൽ ഇതിന്റെ ഓർഡർ പഠിക്കണം. KOH ഫസ്റ്റ്, പിന്നെ എന്തായിരിക്കും? RX NaOH. ഒന്ന് പറഞ്ഞേ, KOH RX NaOH കേട്ടോ. KOH ഓർത്തിരിക്കാൻ എന്തെങ്കിലുമൊക്കെ വേർഡൊക്കെ ഓർത്ത് നോക്കുക. കരൺ അല്ലെ, RX വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, യമഹയുടെ ഒരു വണ്ടിയൊക്കെയാണ് RX വണ്ടിയില് NaOH അടുത്തേക്ക് പോയി കേട്ടോ. എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഓർത്ത് നോക്കുക. എന്തൊക്കെയായിരിക്കും? KOH RX NaOH. ഇത് പറയാൻ കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോജിക്കൽ ആലോചിക്കാൻ പറ്റും ഇത് എന്ത് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ നിന്ന് H ഉണ്ട്, ആര് മാറും അല്ലെ. ഈ H OH കൂടി ജോയിൻ ചെയ്യൊന്നുമില്ല, H2O പോകും. ഒരു ലോജിക്ക് ഉണ്ട് അവിടെ, അത് കിട്ടും. ഓക്കെ ആണോ? മനസ്സിലാക്കിയിട്ട് കൊണ്ടുവരാം. ഫസ്റ്റ് ഈ ഒരു കോമ്പൗണ്ട് മാത്രം ഓർക്കേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ റിയേജന്റുകൾ കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കുക. റിയേജന്റ് ഏതൊക്കെയായിരുന്നു? RX NaOH. ക്ലിയർ ആണോ? ഓക്കെ. ആത്മാവ് NaOH. ഓക്കെ, ക്ലിയർ ആണ്. ഇനി എന്താ സംഭവിക്കുന്നത്? ആ ബെൻസീൻ റിംഗ് CO അല്ലേ, കോമൺ ആയിട്ട് എന്തുണ്ട്? NH2 ആണ്, NH ആണ്? NH ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് പറ്റും? ഏതിടുന്നേ? KOH ഇടും. അപ്പൊ എന്ത് പറ്റും? H2 പോവും. എന്നിട്ട് ബാക്കി എന്തായിരിക്കും വരിക? NK ഉണ്ടോ? അങ്ങനെ പഠിച്ചു പോകണം. ഇനി മറ്റേത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. NK. സെക്കൻഡ് സ്റ്റെപ്പില് എന്ത് പറ്റും? ഏതിടുന്നത്? സെക്കൻഡ് സ്റ്റെപ്പില് RX ഇടുമ്പോ ആരാണ് റിമൂവ് ചെയ്തു പോകുന്നത്? എന്നിട്ട് RX ഇടുമ്പോ എന്ത് വരും? അത് ജോയിൻ ചെയ്യുന്ന ആരായിരിക്കും? NR അല്ലെ. തേർഡ് സ്റ്റെപ്പിൽ എന്ത് വരും?
എന്നെ വെച്ച് ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? RNH2. അതാണ് മെയിൻ കേട്ടോ. ഇത് ബൈ പ്രോഡക്റ്റ്. അപ്പോൾ ഈ റിയാക്ഷൻ ചോദിക്കുന്ന സമയത്ത് പല കുട്ടികളും ഇത് എഴുതി വെക്കാറുണ്ട്. ഇവിടെ ഇത് RNH2 മറന്നു പോകും. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഒറ്റ വാക്ക് തരില്ല. കാരണം എന്താ? ഇത് എന്തിനു വേണ്ടിയിട്ടാ? പ്രിപ്പറേഷൻ ഓഫ് പ്രൈമറി അമീൻ കേട്ടോ. ഓർത്ത് വെക്കാം. ഈ റിയാക്ഷന്റെ മെയിൻ എയിം എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് പ്രൈമറി. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. This reaction mainly used for the preparation of primary amine only. This reaction mainly used for the preparation of primary amine only. അപ്പോൾ എന്തിനൊക്കെ പറ്റില്ല? സെക്കൻഡറിക്ക് പറ്റില്ല, ആരോമാറ്റിക്കിന് പറ്റില്ല. അതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ ഗീവ് റീസൺ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതിലേക്കൊക്കെ വരാം. ഇനി ഈ റിയാക്ഷൻ കാണാതെ വേഗം എഴുതി. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഇടക്ക് നോക്കാം, അല്ലാതെ വരണ്ട കേട്ടോ. ഓർത്ത് നോക്കാം. റിയേജന്റ് ഏതൊക്കെയായിരുന്നു? KOH, RX, NaOH. ഇത് നോക്കി വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണ്ട് പട്ടം വരക്കണ പോലെ വരക്കും, ഒരു ലോജിക്കില്ലാതെ. അതുകൊണ്ടാണ് അത് ഏകദേശം ഒരു മൈൻഡിൽ കിട്ടണം ഈ സമയത്ത്. നിങ്ങൾക്ക് നോക്കാം, ഒരു കുഴപ്പമില്ല. കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു ഞാൻ എഴുതിയ റൈറ്റ് ആണോ എന്നൊക്കെ ഇതിലേക്കൊക്കെ നോക്കാം കേട്ടോ. അല്ലാതെ ഫുള്ള് വരക്കുന്ന പോലെ ചെയ്യരുത്. ആ റിയേജന്റ് ഓർഡർ ഒക്കെ ഓർത്ത് നോക്കാം. ആദ്യം ഇവിടുന്ന് KOH ആണ്, അപ്പോൾ അവിടെ എന്താണ് അല്ലേ വരുന്നത്, ആ ചേഞ്ച് മനസ്സിൽ കൊണ്ടുവരാൻ നോക്കാം. KOH കിട്ടുന്ന സമയത്ത് വാട്ടർ റിമൂവ് ചെയ്യും അവിടെ നിന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ -H2 എന്നൊക്കെ ഇവിടെ എഴുതാം കേട്ടോ. ഓക്കെ, അത് ഞാൻ എഴുതാത്തത് അല്ലെങ്കിൽ കുറച്ച് കളയുമ്പോൾ ആ ഗീവ്സിന് അടിയിലുള്ള ഈ -H2 കൂടി കാണാതെ പഠിക്കാൻ നോക്കും. അത് ചിലപ്പോൾ +H2 പോകും, അപ്പോൾ ഫുൾ മാർക്ക് പോകും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ പ്രോസസ്സ് ഒന്ന് എഴുതാം, എന്നിട്ട് ക്ലിയർ ചെയ്ത് വേഗം ചെയ്യും. കുഴപ്പമില്ല, എടുത്തെഴുത കേട്ടോ. എഴുതി കഴിഞ്ഞ ആൾക്കാർ ഇതിന്റെ പേരൊക്കെ എഴുതണം. അതിന്റെ പേരെന്താ? താലിമൈഡ് കേട്ടോ. ഓർത്ത് നോക്കാം, താലിമൈഡ്. ഇവിടെ എഴുതണം പ്രൈമറി അമീൻ കേട്ടോ. ഈ രണ്ടെണ്ണം എഴുതിയാൽ മതി. താലിമൈഡ്, പ്രൈമറി അമീൻ. KOH പിന്നെ അറിയാലോ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നൊക്കെ ഉള്ളത് അല്ലേ. ഓർത്ത് നോക്കാം, താലിമൈഡ്. ഇത് പ്രൈമറി അമീൻ കേട്ടോ. അപ്പോൾ പ്രൈമറി അമീൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ആൾക്കാര്. ഇനി ഇത് ടെക്സ്റ്റ് ബുക്കില് ഒരു ഗീവ് റീസൺ ക്വസ്റ്റ്യൻ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസില ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് എഴുതി പോകണം. അത് പറയുന്നതാണ് ആരോമാറ്റിക് പ്രൈമറി അമീൻ ഡസ് നോട്ട് പ്രിപ്പയർ ഇൻ ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ വൈ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നോക്കി RX ആണ്. ഈ R എന്ന് പറയുന്നതാണ് അല്ലെ. 2 R വന്നാൽ എന്ത് വരും? സെക്കൻഡറി അല്ലെ. 3 R വന്നാൽ എന്തായിരിക്കും? ടെറിഷറി. അപ്പോൾ ഒരു R ആണ് ഈ N ജോയിൻ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നോക്കി RN. ഇവിടെയാണ് ബ്രേക്ക് ചെയ്തിട്ട് RNH2 വരുന്നത്. 2 R ജോയിൻ ചെയ്താലാണ് എന്താണോ സെക്കൻഡറി. അപ്പൊ സെക്കൻഡറിക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ പറ്റില്ല. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഈ ആറിന് പകരം ബെൻസീൻ റിംഗ് കൊടുക്കണം. അപ്പോൾ അത് ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീൻ എന്ത് വരും? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ. അതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. ബെൻസീൻ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നടക്കില്ല. അപ്പൊ ആരോമാറ്റിക് പ്രൈമറി അമീൻ ഇതിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ ഓക്കെ, ആ ക്വസ്റ്റ്യന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ആണ് നമ്മൾ ആ പോയിന്റ് എഴുതുന്നത് കേട്ടോ. അപ്പൊ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് നോട്ട് ചെയ്തു. 13.12 13.12 13 ആണ് ചാപ്റ്റർ. 9 പോയിന്റ് അല്ലേ, എൻ്റെ പഴയ ബുക്ക്. അതുകൊണ്ട് 9.12 കേട്ടോ. 9.12 കേട്ടോ. 9.12 എക്സസൈസ് ആണ് കേട്ടോ. അതിന്റെ ആൻസർ ആണ് എഴുതുന്നത്. ക്വസ്റ്റ്യൻ വായിക്കാം. Why cannot aromatic primary amine be prepared by Gabriel Thalamide synthesis? Why cannot കേട്ടോ. അതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഒന്ന് എഴുതി വെച്ചു. Aromatic primary amine
aromatic primary amine cannot be prepared by aromatic primary amine cannot be prepared by this method. Aromatic primary amine cannot be prepared by this method because aryl halide, because aryl, A-R-Y-L, aryl halide do not undergo ആരോമാറ്റിക് പ്രൈമറി അമീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മൈൻഡിൽ ഐഡിയ ഉണ്ടോ? ബെൻസീൻ്റെ മുകളിൽ NH2 അതിനെന്താ വിളിക്കാം? അനലിൻ. അപ്പൊ അനലിൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, അതാണ് പറയുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ബിക്കോസ് അരൈൽ ഹാലൈഡ് ഡു നോട്ട് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അരൈൽ ഹാലൈഡ് ഡു നോട്ട് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഡു നോട്ട് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ with the anion formed by phthalimide. Do not undergo nucleophilic substitution with the anion formed by phthalimide. ഇനി നെക്സ്റ്റ് ഹെഡിങ് ആണ് Hofmann bromamide degradation reaction. Hofmann, H-O-F-F-M-A-N-N. H-O-F-F-M-A-N-N. Hofmann bromamide, brominomide, bromamide, B-R-O-M-A-M-I-D-E, bromamide degradation reaction. Hofmann bromamide degradation reaction. ഇതിലൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതണം, ഡിഗ്രഡേഷൻ. ഡിഗ്രഡേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാർബൺ കുറയുന്നുണ്ട് കേട്ടോ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതണം. അപ്പൊ ഈ റിയാക്ഷനിൽ വന്ന സമയത്ത് നമ്മൾ ഇടുന്ന എത്തനമൈഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് മെത്തനമീൻ ആയിരിക്കും, ഒരു കാർബൺ അവിടെ എന്ത് ചെയ്യും? കുറയും. അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് നമുക്ക് ആ ഇക്വേഷൻ എഴുതാം കേട്ടോ. ഇൻ ദിസ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ, ഫസ്റ്റ് പോയിന്റ് കേട്ടോ, in this degradation reaction migration of an alkyl or aryl group, take place from carbonyl carbon of the amide. Carbonyl carbon of the amide to the nitrogen atom. Full stop. The amine so formed contains one carbon less than that the amine. Repeat it. Google ചോദിച്ചു. എവിടെ നിന്നോട്ടാണ് പറയേണ്ടതെന്ന് പറഞ്ഞു. ആൽക്കൈൽ ഓർ അരൈൽ ഗ്രൂപ്പ് അവിടെ നിന്നാണോ? ആൽക്കൈൽ ഓർ അരൈൽ ഗ്രൂപ്പ് ടേക്ക് പ്ലേസ് ഫ്രം carbonyl carbon of the amide, to the nitrogen atom. Stop. The amine so formed contain one carbon less than
1 carbon, the amine so formed contains 1 carbon less than that present in the amide. That present in the amide. 1 carbon less than 1 carbon less than that present in the amide. That present in the amide. റിയാക്ഷന്റെ പേര് തന്നെ ഹോഫ്മാൻ ബ്രോമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. അപ്പോൾ അമൈഡ് ഉണ്ട്. അമൈഡിന്റെ ഫോർമുല എന്താ? RCONH2. ഇതാണ് അമൈഡ്. ഇതാണ് അമൈഡ്. ഇതിലേക്ക് നമ്മൾ ഇടുന്ന റിയേജന്റ് എന്തൊക്കെ ഇടണം എന്നാണ് പറഞ്ഞേക്കുന്നത്? ഹോഫ്മാൻ ബ്രോമൈഡ്. അപ്പൊ എന്താണ്? ബ്രോമിനും ഉണ്ട് അമൈഡും ഉണ്ട്. ഇതിലേക്ക് ഇടുന്നത് Br2. ഇനി ഒരു ആൽക്കലി NaOH ഇടാം. NaOH. ഇതാണ് റിയേജന്റ്. അപ്പോ അമൈഡ്, ബ്രോമിൻ, NaOH. ഇതാണ് റിയേജന്റ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നോക്കുക ഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞ 1 കാർബൺ അവിടെ എന്ത് ചെയ്യും? ലെസ് ആവും അല്ലേ? ഈ കാർബൺ അങ്ങ് പോകും. ഇതങ്ങ് ജോയിൻ ചെയ്യും. അപ്പൊ RNH2. ഇതാണ് മെയിൻ ആയിട്ട് ഓർക്കേണ്ടത്. അപ്പൊ എങ്ങനെ വരും ഇത്? RNH2. ഇതാണ് മെയിൻ പ്രോഡക്റ്റ് കേട്ടോ. ഇനി ബൈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഈ റിയാക്ഷനിൽ കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഹോഫ്മാൻ ബ്രോമൈഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ എഴുതണം. അല്ലാതെ നമുക്ക് കൺവേർഷൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ബൈ പ്രോഡക്റ്റ് എഴുതണ്ട കേട്ടോ. നോക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് Na2CO3 പ്ലസ് NaBr പ്ലസ് H2. ഇതാണ് ബൈ പ്രോഡക്റ്റ്. ശ്രദ്ധിക്കുക, ഇതാണ് മെയിൻ പ്രോഡക്റ്റ്. ഇത് നിങ്ങൾക്ക് ഏകദേശം അറിയുന്ന രീതിയിൽ ഒന്ന് ഓർത്ത് നോക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇത് മറക്കരുത്. ഓക്കെ, കൺവേർഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബൈ പ്രോഡക്റ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത് മാത്രം എഴുതിയാൽ മതി. ഇനി റൈറ്റ് ഹോഫ്മാൻ ബ്രോമൈഡ് ഡിഗ്രഡേഷൻ എന്ന് ചോദിച്ചാൽ ഫുൾ ആയിട്ട് എഴുതാൻ നോക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. വേഗം എഴുതി. ഇനി ആറിന് നമുക്ക് ഏതൊക്കെ കൊടുക്കാം? ഇഷ്ടമുള്ള കൊടുക്കാം. ഞാൻ ഇപ്പോ CH3 CH2 CONH2 ഗീവ്സിന്റെ മുകളില് NaOH Br. ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക, ആകെ മാറുന്നത് കണ്ടോ? ഈ CO മാത്രം പോകും. ബാക്കി എന്തുണ്ടാവും? CH3 CH2 NH2. അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? ഇതിന്റെ പേര് എത്ര കാർബൺ ഉണ്ട്? 1 2 3. ഇതിന്റെ പേര് അപ്പൊ എന്തായിരിക്കും? പ്രൊപ്പൻ അമൈഡ്. പ്രൊപ്പൻ അമൈഡ് കൺവേർട്ട് ടു എത്തനമീൻ. കണ്ടോ? ഓർത്ത് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്ന എത്തനമീൻ ആയിരിക്കും. അപ്പൊ പേരുകൾ എഴുതണോട്ടോ. എക്സാമ്പിൾ എഴുതിയിട്ട് ഇത് എഴുതണം. ബൈ പ്രോഡക്റ്റ് സെയിം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. Na2CO3 പ്ലസ് NaBr പ്ലസ് H2O. നിങ്ങൾ ഓർത്ത് വെക്കുക. എന്തായിരുന്നു ചേഞ്ച് വന്നേക്കുന്നത്? ഇവിടെ പേര് എഴുതുക കേട്ടോ. എത്തനമൈഡ്, സോറി പ്രൊപ്പനമൈഡ് ടു എത്തനമീൻ. ഇത് പ്രൊപ്പനമൈഡ്. ഇതെന്തായിരിക്കും? എത്തനമീൻ കേട്ടോ. അപ്പൊ ഒരു കാർബൺ കുറയുന്ന ടൈപ്പ്. അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലും ബാക്കിലും ഇൻ ടെക്സ്റ്റിലൊക്കെ ഉണ്ട്. 1 കാർബൺ ഡിക്രീസ് ചെയ്യുന്ന ടൈപ്പ് കേട്ടോ. 1 കാർബൺ ഡിക്രീസ് ചെയ്യുന്ന ടൈപ്പ്. അപ്പൊ പ്രൊപ്പനമൈഡ് ടു എത്തനമീൻ. പ്രൊപ്പനമൈഡ് ടു എത്തനമീൻ. എഴുതിയോ? പറഞ്ഞു. എഴുതി കേട്ടോ. ഇപ്പൊ ടോട്ടലി ഇപ്പോ 6 പ്രിപ്പറേഷൻസ് കഴിഞ്ഞു. എങ്ങനെ പഠിക്കണം? പ്രിപ്പറേഷൻ ഏതൊക്കെയായിരുന്നു? ആദ്യം എന്തായിരുന്നു? റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. സെക്കൻഡ് എന്തായിരുന്നു? റിഡക്ഷൻ ഓഫ് സയനൈഡ് ഓർ നൈട്രൈഡ്. റിഡക്ഷൻ ഓഫ് അമൈഡ്. കണ്ടോ? ഇവിടെയും അമൈഡ് ഉണ്ട്, ശ്രദ്ധിക്കുക. അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? അവിടെ കാർബൺ ഡിക്രീസ് ചെയ്യില്ല, ഇവിടെ കാർബൺ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച 3 എണ്ണം പ്രിപ്പറേഷനിൽ വന്നു. ഇനി ഇന്ന് പഠിച്ച 3 എണ്ണം കൂടി വരും. ഏതൊക്കെയായിരുന്നു? അമോണോലിസിസ്, ഗബ്രിയേൽ താലിമൈഡ്, ഹോഫ്മാൻ ബ്രോമൈഡ് ഡിഗ്രഡേഷൻ. അമോണോലിസിസിൽ എന്താ ചെയ്തേ? മനസ്സിൽ ഇങ്ങനെ വരണുണ്ടോ എന്ന് ഓർത്ത് നോക്കാം. അമോണോലിസിസിൽ നമ്മൾ എന്താ ചെയ്തേ? RX അതിലേക്ക് NH3 ആഡ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? പ്രൈമറി അമീൻ. അതിലേക്ക് വീണ്ടും RX ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡറി അമീൻ. സെക്കൻഡറി അമീനിലേക്ക് വീണ്ടും RX ആഡ് ചെയ്യുമ്പോൾ ടെറിഷറി അമീൻ. അങ്ങനെ ഓർത്ത് വെക്കണം കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ആദ്യം ആലോചിക്കാം. അത് കഴിഞ്ഞിട്ട് എഴുതിയൊക്കെ പഠിച്ച് വേഗം ഇങ്ങനെ കൊണ്ടുവരാം. നെക്സ്റ്റ് ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ. ഇത് പഠിക്കുമ്പോൾ എന്ത് ഓർഡറിൽ ഓർത്ത് വെക്കണം എന്നാ പറഞ്ഞേക്കുന്നത്?
ഇവിടെ പറഞ്ഞേ ഏതാ ഓർഡർ? KOH, RX, NaOH കിട്ടുന്നുണ്ട് അല്ലേ? ഓർത്ത് നോക്കുക. എന്നിട്ട് ആദ്യത്തെ കോമ്പൗണ്ടിൽ എന്താ ചേഞ്ച് വരിക? NK ആവും. അടുത്തതിൽ NR, അടുത്തതിൽ RNH2 കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എടുത്താണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ. ഓർത്തിരിക്കാനായിട്ട് ആ പേരിൽ തന്നെയുണ്ട്, ബ്രോമിനും ഉണ്ട് അമൈഡും ഉണ്ട്. അപ്പോൾ Br2 ആൻഡ് അമൈഡ്. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ബ്ലാങ്ക് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് അത് വരുന്നത്. അങ്ങനെ ഓർത്ത് നോക്കുന്നത് അല്ലേ? അപ്പോൾ Br2 ഉണ്ട്, NaOH ഉണ്ട്. ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് അവിടെ ഒരു കാർബൺ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും കേട്ടോ. ഇത്രയും എത്തുമ്പോൾ എന്ത് കഴിഞ്ഞു? പ്രിപ്പറേഷൻ ഓഫ് അമീൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻ. നെക്സ്റ്റ് ഹെഡിങ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. The lower aliphatic amines are the lower aliphatic amines are the lower aliphatic amines are gases with fishy odor. Gases with a fishy odor. Fishy odor. Second point, അടുത്ത ലൈനില് primary amines with 3 or more carbon atom. Primary amines with 3 or more carbon atom. Primary amines with 3 or more carbon atom are liquid and still higher ones are solid. And still higher ones are solid. 3 or more carbon atom are liquid. 3 or more carbon atom are liquid and still higher ones are solid. Higher ones are solid. ഇത് രണ്ടും ജനറൽ ആയിട്ടുള്ള ഹെഡിങ് ആണ്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് അതിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ് കേട്ടോ. ബോയിലിംഗ് പോയിന്റും സോളിബിലിറ്റിയും ആണ്. അതിൽ ആദ്യം ബോയിലിംഗ് പോയിന്റ്. നെക്സ്റ്റ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് കേട്ടോ. ഓർക്കുക, ബോയിലിംഗ് പോയിന്റ് ഓർഡർ ആണ് ഫസ്റ്റ് ഇടുന്നത് കേട്ടോ. ഓർക്കുക, ബോയിലിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് ഓർഡർ വരുന്ന സമയത്ത് ഏറ്റവും ഹയർ ബോയിലിംഗ് പോയിന്റ് വരുന്നത് ആർക്കാണ്? പ്രൈമറിക്കാണ്. അത് കഴിഞ്ഞാൽ സെക്കൻഡറി, അത് കഴിഞ്ഞാൽ എന്ത് വരും? ടെറിഷറി കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ഇൻക്രീസിംഗ് ഓർഡർ ആയിട്ടാണ്. അപ്പോൾ പ്രൈമറി, അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? സെക്കൻഡറി, അത് കഴിഞ്ഞാൽ ടെറിഷറി കേട്ടോ. ഓർത്ത് നോക്കാം. പ്രൈമറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർത്ത് നോക്കാം, RNH2 ആണ് പ്രൈമറി. സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? R2NH. ടെറിഷറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? R3N അല്ലേ? ഇത് എക്സാമ്പിൾ ആയിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഇരിക്കും. ഇതാണ് ടെറിഷറി, ഇത് ലീസ്റ്റ് ആണ്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ CH3 ഇതാണ് കോമൺ ആയിട്ട് NH. ദെൻ ടെറിഷറി കഴിഞ്ഞു, സെക്കൻഡറി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പ്രൈമറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? CH3NH. എന്തുകൊണ്ടായിരിക്കും പ്രൈമറിക്ക് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് വരുന്നത്? നിങ്ങൾ ഇതിൽ നിന്ന് നോക്കിയിട്ട് പറഞ്ഞേ. എന്തുകൊണ്ടായിരിക്കും? ബോയിലിംഗ് പോയിന്റ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഇവിടെ ബ്രാഞ്ചിനായിട്ടാണ് ബോയിലിംഗ് പോയിന്റ് റിലേറ്റഡ് ടു ഹൈഡ്രജൻ. ബോയിലിംഗ് പോയിന്റ് എന്താണ്? ഹൈഡ്രജൻ ബോണ്ടാണ്. നിങ്ങൾക്ക് ഏറ്റവും ഹയസ്റ്റ് ഏതായിരുന്നു? ഞാനൊരു ഓർഡർ ഒക്കെ എഴുതി തന്നിട്ടുണ്ട്. 4 ചാപ്റ്റർ. ഏറ്റവും ഹയസ്റ്റ് കാർബോക്സിൽ, സെക്കൻഡ് ഹയസ്റ്റ് ആൽക്കഹോൾ, തേർഡ് ഹയസ്റ്റ് അമീൻ കേട്ടോ. ഓർക്കുക, ആ അമീനില് ഈ എന്നില്ലേ, എൻ്റെ അടുത്ത് ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ഉള്ളത് കൊണ്ടാണ് അവിടെ വാണ്ടർ വാൾ ഫോഴ്സ് എന്ത് വരും? ഹൈഡ്രജൻ ബോണ്ട് വരും. അതുകൊണ്ടാണ് വരുന്നത്. ഇയാള് ഏറ്റവും ലീസ്റ്റ് ആവാൻ കാരണം എന്താ? എന്നിന്റെ അടുത്ത് ഹൈഡ്രജൻ ഉണ്ടോ? ഈ ഹൈഡ്രജൻ കാര്യമില്ല, എന്നിന്റെ അടുത്ത് വേണം.
അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ NH OH HF ഈ 3 ആൾക്കാർക്ക് മാത്രമേ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഇത് കോവാലന്റ് ബോണ്ടാണ്, ഈ സിയും എച്ചും കേട്ടോ. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഡൗട്ട് വരുന്നത് സാറേ ഇവിടെയൊക്കെ കുറെ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഇതെന്താ കോവാലന്റ് ബോണ്ടാണ്, മോളിക്യൂൾ ടു മോളിക്യൂൾ അട്രാക്ഷൻ അല്ല കേട്ടോ. നോക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇപ്പൊ ഈ ഒരു ഓർഡർ ആദ്യം എടുത്തെഴുതി എന്നിട്ടാണ് നമുക്ക് റീസൺസ് ഒക്കെ എഴുതാൻ പോകുന്നത് കേട്ടോ. നോക്കാം. ഇല്ല, ഈ NH എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, ഇവിടുത്തെ ഈ മോളിക്യൂളിനെ വേറെ മോളിക്യൂൾ അട്രാക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രജൻ ബോണ്ട് കേട്ടോ. നോക്കാം. എഴുതിയോ? ഇനി സ്റ്റേറ്റ്മെന്റ് എഴുതാം കേട്ടോ. പിന്നെ താഴെ സ്റ്റേറ്റ്മെന്റ് റീസണിലേക്ക് പോവാണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻ ആർ എൻഗേജ്ഡ് ഇൻ primary and secondary amines are primary and secondary amines are engaged in intermolecular hydrogen bonding between intermolecular hydrogen bonding അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. intermolecular hydrogen bonding between nitrogen of one and hydrogen of another molecule. Nitrogen of one and hydrogen of another molecule. അതുകൊണ്ടാണ് എന്ത് വരുന്നത്, ബോയിലിംഗ് പോയിന്റ് ഹയർ ആവുന്നത് കേട്ടോ. ദിസ് ഇസ് ഡ്യൂ ടു ബോയിലിംഗ് പോയിന്റ്. ഇത് എഴുതിയല്ലോ, ബോയിലിംഗ് പോയിന്റിന്റെ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളല്ലോ അല്ലേ. എഴുതി. ദിസ് ഇസ് ഡ്യൂ ടു ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. ആരെക്കാളും? സെക്കൻഡ് ടെറിഷറിനെക്കാളും അല്ലേ. അടുത്ത ലൈനില് ടെറിഷറിക്ക് എന്തില്ല? NH ബോണ്ട് ഇല്ല. അത് നമുക്കൊന്ന് എടുത്തെഴുതാം കേട്ടോ. ഓർത്ത് നോക്കാം. കാരണം ചിലപ്പോൾ ചോദിക്കും ടെറിഷറി അമീൻ ലീസ്റ്റ് ബോയിലിംഗ് പോയിന്റ് വൈ. അങ്ങനെ എടുത്തു വെച്ചാൽ ടെറിഷറി അമീന്റെ കാര്യം പറയണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത ലൈനില് ഒന്ന് എഴുതി വെക്കാം ടെറിഷറി അമീന്റെ കാര്യം എഴുതണേ. ടെറിഷറി അമീൻ ഡു നോട്ട് ഹാവ് ഇന്റർമോളിക്കുലർ അസോസിയേഷൻ. നെക്സ്റ്റ് ലൈനിൽ കേട്ടോ, ടെറിഷറി അമീൻ ഡു നോട്ട് ഹാവ് intermolecular association. Tertiary amine do not have intermolecular association due to the absence of hydrogen atom available for hydrogen bond formation. Tertiary amine do not have intermolecular association due to the absence of hydrogen atom available for hydrogen bond formation. ഹൈഡ്രജൻ ബോണ്ട് എന്നുള്ളത് എന്താണെന്നുള്ളത് ഡൗട്ട് വരണ്ട. ആ ഒരു പിക്ചർ ഒന്ന് വരച്ചു വെച്ചേക്കാം കേട്ടോ. എവിടെയായാലും ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്, എവിടെയൊക്കെ ഹൈഡ്രജൻ ബോണ്ട് വരുന്നുണ്ട്? കാർബോക്സിലിക് ആസിഡ്, ആൽക്കഹോൾ, അമീൻ, ഈ 3 സ്ഥലത്ത് ഉണ്ട്. എല്ലായിടത്തും നമ്മൾ വരയ്ക്കുന്നത് ഇത് RNH2 ആണ് അല്ലേ. RNH അല്ലേ. H എനിക്ക് ഇവിടെ വരക്കാം, എവിടെ വേണമെങ്കിലും വരക്കാം. അപ്പൊ ഓർത്ത് നോക്കാം, ഇങ്ങനെ ഞാൻ വരച്ചു, എന്റെ ഇഷ്ടമുള്ള രീതിയിൽ വരച്ചു. ഇതാണ് RNH2. ഇതൊരു മോളിക്യൂളാണ്. ഇങ്ങനെ ഇരിക്കുന്നത് ഈ RNH2 ഒരു മോളിക്യൂളാണ്. അതുപോലെ തന്നെ വേറെ മോളിക്യൂളും വരും അല്ലേ. ഇതുപോലെ തന്നെ വേറെ മോളിക്യൂൾസും നമുക്ക് RNH2 ആയിട്ട് വരും. അപ്പൊ അവരെങ്ങനെയാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുക, ആ രീതിയിൽ നമുക്ക് നോക്കാം. ഇതിന് മുകളിൽ അല്ലെങ്കിൽ ഈ സൈഡിൽ എവിടെ വേണമെങ്കിലും RNH2 വരക്കാം. RNH ഒരേ പാറ്റേണിലാണ് വരക്കുന്നത്. ഇത് ഇതേപോലെ തന്നെ അനദർ മോളിക്യൂളാണ്.
ശ്രദ്ധിക്കേണ്ടത് ഈ എന്നും എച്ചും ഈ ആറും ഇവരൊക്കെ തമ്മിലുള്ള ബോണ്ടിനെ വിളിക്കുന്ന പേര് കോവാലൻ ബോണ്ട് എന്നാണ് കേട്ടോ. ഇനി ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു മോളിക്യൂള് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ് ഈ നൈട്രജൻ അല്ലെ. ഈ നൈട്രജൻ ഈ ഹൈഡ്രജന അട്രാക്റ്റീവ്, ഈ ഹൈഡ്രജന അട്രാക്റ്റീവ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർമോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇന്റർമോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. പുറത്തു നോക്കുക, ഈ എൻ ഈ എച്ചിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അതുപോലെ ഈ എന്നിന് ഈ എച്ചിനെ അട്രാക്ട് ചെയ്യും, ഈ എന്നിന് ഈ എച്ചിനെ അട്രാക്ട് ചെയ്യാം. അതെല്ലാം എന്തായിരിക്കും? ഇന്റർമോളിക്യുലർ ഹൈഡ്രജൻ ബോണ്ടാണ്. മനസ്സിലായോ? അപ്പോ ഈ എൻ എന്ത് ചെയ്യും? ഈ എച്ചിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. കേട്ടോ? ഓർത്ത് നോക്കുക, അതാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. കേട്ടോ? ഓർത്ത് നോക്കുക, ഞാൻ എൻ ആണ്, എനിക്ക് രണ്ട് ഹാൻഡ് ഉണ്ട്, അത് രണ്ടും ഹൈഡ്രജൻ ആണ് ആക്ച്വലി വരുന്നത്. ഓർത്ത് നോക്കുക. ദെൻ ഞാൻ എന്ത് ചെയ്തു? ഇയാൾ എന്റെ ഫ്രണ്ട് ആണ്, ഞാൻ കൈ കൊടുത്ത് ഞങ്ങൾ കൈ പിടിച്ച് നടക്കുകയാണെന്ന് കരുതാം. അങ്ങനെയാണ് എങ്കിൽ അതെന്താണ് ആക്ച്വലി അല്ലേ? രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ് എന്ന് കരുതി കൈയും ഈ എന്റെ ബോഡിയും തമ്മിലുള്ള ബോണ്ട് പോലെയാണോ അയാളുടെ കൈ ഞാൻ പിടിച്ചേക്കുന്നത്? ആണോ? ഓർത്ത് നോക്ക്, ഇത് കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റുമോ? അതുപോലെ ഈ എന്നിനെ ഈ എച്ചിനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ചില ആൾക്കാർ അങ്ങനെ ആലോചിക്കും, എന്നാ പിന്നെ ഈ എച്ചിന് ഈ ഹൈഡ്രജൻ എടുത്തു, അത് നടക്കുവോ? ഇല്ല. പക്ഷെ ഏതായിരിക്കും സ്ട്രോങ്? ഓർത്ത് നോക്കുക, ഈ ബോണ്ട് തന്നെ സ്ട്രോങ് അല്ലേ? ഈ എൻ എച്ച് തന്നെയാണ്. ഇതിനെ വിളിക്കുന്ന പേര് കോവാലന്റ് ബോണ്ട്. ഷെയറിംഗ് ആണ്, അത് അയാളുടെ ബോഡിയുടെ പാർട്ടാണ്. ഇത് ഒരു ഫുൾ ആണ് ആക്ച്വലി. അപ്പൊ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്ന സമയത്ത് അല്ലെ, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഹാൻഡ് ഉണ്ട്, 3 ഹാൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവും? ശരിയൊക്കെയാണ് അല്ലെ? അയാൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചെയ്യും, ഒരു ഫ്രണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യും അല്ലെ? എനിക്ക് 4 കൈ ഉണ്ടെന്നൊക്കെ പറയും, ചില സിനിമകളിലൊക്കെ പറയും അല്ലെ? ഓർത്ത് നോക്കാം. അപ്പൊ അത് അതുപോലെ ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ എന്ന് കരുതിയിട്ട് അത് വരില്ല. അപ്പൊ ഓർത്ത് നോക്കാം, ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ആലോചിക്കാവൂ കേട്ടോ. ഈ എന്നും വെച്ച് നമ്മളുടെ ബോണ്ടല്ല ഹൈഡ്രജൻ ബോണ്ട്. ഇതിനെന്താ വിളിക്കുക? കോവാലന്റ് ബോണ്ട് തന്നെയാണ് കേട്ടോ. മാറിപ്പോകരുത്. ഇന്റർമോളിക്യുലർ, മോളിക്യൂൾ ടു മോളിക്യൂൾ അല്ലെ? ഓർത്ത് നോക്കാം, അട്രാക്ഷൻ ആണ്. ഇത് വരച്ചു നോക്കണം കേട്ടോ. ഈ എച്ച് ഒക്കെ ഇങ്ങനെ മാറ്റിയെടുത്ത് ഇങ്ങനെയൊക്കെ വരക്കാം. ഞാനത് മനസ്സിലാവാൻ വേണ്ടി റൗണ്ട് ഒക്കെ ഇട്ട് അങ്ങനെ വരച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ. നോക്കാം, ആ ഡോട്ടഡ് ലൈൻ ആണ് എന്ത് എഴുതണം? പിന്നീട് മനസ്സിലാവാൻ വേണ്ടി എഴുതണം. ആ ഡോട്ടഡ് ലൈൻ ആണ് ഹൈഡ്രജൻ ബോണ്ടിങ് കേട്ടോ. ആ ഡോട്ടഡ് ലൈൻ ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്. നെക്സ്റ്റ് ഹെഡിങ് കേട്ടോ, സബ് ഹെഡിങ് ആണ് കേട്ടോ. ബോയിലിംഗ് പോയിന്റ് കഴിഞ്ഞ പിന്നെ അടുത്ത ഹെഡിങ് എന്തായിരിക്കും? സബ് ഹെഡിങ് സോലുബിലിറ്റി കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് സോലുബിലിറ്റി. സോലുബിലിറ്റി ഇതേ ഓർഡർ തന്നെയാ. ഏതൊക്കെ ഓർഡർ ആയിരിക്കും? പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെറിഷറി കേട്ടോ. എഴുതി വെക്കുക കേട്ടോ. പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെറിഷറി. ഇതേ ആൻസർ തന്നെയാണ്. റീസൺ എന്തായിരിക്കും? ഇന്റർമോളിക്യുലർ ഹൈഡ്രജൻ ബോണ്ട് കേട്ടോ. അപ്പോ ഒരേ ആൻസർ തന്നെയാണ് എഴുതുന്നത്. സോലുബിലിറ്റിക്ക് പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെറിഷറി. പ്രൈമറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെറിഷറി. എന്തായിരിക്കും? നേരത്തെ എഴുതിയിരുന്നത് അതുപോലെ തന്നെ എന്താണ്? പ്രൈമറി അമീൻ എഴുതി വെച്ചു കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഒരു വേർഡ് എഴുതി വെച്ചു. പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻ, primary and secondary amine more soluble in water. Primary and secondary amine more soluble in water due to the formation of intermolecular hydrogen bond. Due to the formation of intermolecular hydrogen bonding. The formation of intermolecular hydrogen bonding. അതിന്റെ പിക്ചർ ഒന്നുമില്ല. അതെങ്ങനെയാ വരും? ഇവിടെ നോക്കി, ഇവിടെ വാട്ടർ ആണ്. ഈ വാട്ടർ, ഈ വാട്ടർ ആണ്. ഇതാണ് വാട്ടർ. ഇത് വാട്ടർ അല്ലേ? H2O. ഇത് H2O, another molecule എത്തി. അങ്ങനെ എത്തുന്ന സമയത്ത് എന്ത് പറ്റും അല്ലേ? പുറത്തു നോക്കാം. ഇപ്പൊ ഞാനും പറഞ്ഞു, ഞാനും ഇയാള് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഞങ്ങൾക്ക് ഈക്വൽ വേവ് ലെങ്ത് ഉള്ള വേറൊരു ഫ്രണ്ട് വന്നാൽ ഞങ്ങളവർക്കും കൈ കൊടുക്കും. അതുപോലെയാണ് അല്ലെ? പുറത്തു നോക്കാം. അതുപോലെയാണ് ഈ എൻ ആരെ അട്രാക്ട് ചെയ്യും? ഈ എച്ചിനെ അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യും. ഈ O എന്ത് ചെയ്യും?
ഈ എച്ചിനെ അട്രാക്ട് ചെയ്യും. മനസ്സിലായോ? അതുപോലെ ഈ എച്ച് കുറെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരേ സമയം തന്നെ കുറെ കാര്യങ്ങൾ നടക്കും. ഇത് ചെയ്തുണ്ടോ ഇങ്ങനെ അട്രാക്ട് ചെയ്യും, ഇവിടെ ഇങ്ങനെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുന്ന അട്രാക്ഷനെയാണ്, ആ റെഡ് ലൈനിൽ വരുന്ന അട്രാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ആരൊക്കെ അട്രാക്ട് ചെയ്യുന്നത്? ഒരു മോളിക്യൂളിന്റെ ഹൈലി ഇലക്ട്രോനെഗറ്റീവ്, അനദർ മോളിക്യൂളിന്റെ ഹൈഡ്രജൻ. മനസ്സിലായോ? ഓർത്ത് നോക്കാം. ഈ എന്നിന് ഏതൊക്കെ ഹൈഡ്രജൻ അട്രാക്ട് ചെയ്യാം? ഇവിടുത്തെ രണ്ടെണ്ണത്തിന് അട്രാക്ട് ചെയ്യാം, ഇവിടുത്തെ രണ്ടെണ്ണത്തിന് അട്രാക്ട് ചെയ്യാം. ഉണ്ടോ? ഓർത്ത് നോക്കാം. ഈ ഓക്സിജനെ ആരൊക്കെ അട്രാക്ട് ചെയ്യാം? EHനെ അട്രാക്ട് ചെയ്യും. ഇവിടെ ഉണ്ടോ? ഇത് വരക്കാം, ഇത് വരക്കാം. അപ്പൊ ഒരേ സമയത്ത് കുറെ വരക്കാം. എല്ലാവരും കൂടി വരച്ചു കുത്തി വരക്കരുത് കേട്ടോ. ഓർത്ത് നോക്കാം. എക്സാമ്പിൾ ഇടുമ്പോൾ ഒരെണ്ണോ അല്ലെങ്കിൽ രണ്ടെണ്ണോ കാണിക്കുമ്പോൾ ഇങ്ങനെ നിറച്ചും അങ്ങനെ ഒന്നും കാണിച്ച് കളയരുത്. ഒരെണ്ണം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇത് രണ്ടെണ്ണമൊക്കെ കാണിച്ചു തന്നാൽ കുറെ പേർക്ക് ഡൗട്ട് തോന്നും, സാറേ എന്നാ പിന്നെ അതിനാ അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ വരുമ്പോൾ അങ്ങനെ കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് കാണിക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെച്ചോ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻ. ഇല്ല, ഡെൻസിറ്റി ഇല്ല കേട്ടോ. ഡെൻസിറ്റി ചോദിച്ചാൽ തന്നെ എന്തായിരിക്കണം? നേരത്തെ പറഞ്ഞ പോലെ കാർബൺ ചെയിൻ ഇൻക്രീസസ്, മോളിക്കുലർ മാസ് ഇൻക്രീസസ്, ഡെൻസിറ്റി ഇൻക്രീസസ്. അതെല്ലാത്തിനും കോമൺ ആണ് കേട്ടോ. ഓർത്ത് നോക്കുക. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം. അപ്പൊ മാസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കാർബൺ ചെയിൻ ഇൻക്രീസ് ചെയ്താൽ മാസ് ഓൾസോ ഇൻക്രീസസ് കേട്ടോ. അങ്ങനെ ഓർത്ത് നോക്കണം കേട്ടോ. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് ആണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻ. ഇവിടെ ഡെൻസിറ്റിയുടെ ഹെഡിങ്ങോ അല്ലെങ്കിൽ പോയിന്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് കരുതി ചോദിക്കാതിരിക്കണമെന്നില്ല കേട്ടോ. എല്ലാ ചാപ്റ്ററും പറഞ്ഞ പോലെ ഡെൻസിറ്റിയുടെ കൺസെപ്റ്റ് ഒന്നാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീനിലെ ഫസ്റ്റ് ഹെഡിങ് ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻ. ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻ. ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻ. ടെക്സ്റ്റ് ബുക്കില് ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഹെഡിങ് ഇവിടെ നിന്നാണ്. ഈ ഒരു പേജ് ഈ ഒരു പേജ് ഇവിടെ വരെ ഈ ബേസിക് ഇതും ഉണ്ട് ബേസിക് ക്യാരക്ടർ. അപ്പൊ ഒരു 2.5 പേജിലെ കൺസെപ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ആ കൺസെപ്റ്റ് ആദ്യം ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഏറ്റവും എൻഡിൽ അത്രയും 2.5 പേജ് കഴിഞ്ഞാൽ എന്താണ് ബേസിക് ക്യാരക്ടറിന്റെ കൺക്ലൂഷൻ അത് ആദ്യം പഠിക്കും. അതാണ് നിങ്ങൾ എല്ലാവരും കൊണ്ട് പറയുന്നത്. എന്നിട്ട് അതിലേക്ക് എങ്ങനെ എത്തി അതാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ചും കൂടി ഈസി ആവും. അല്ലെങ്കിൽ ആദ്യമേ വരുന്ന സമയത്ത് കുറച്ച് ടൈം ഞാൻ പറയും ബേസിക് ക്യാരക്ടറിന്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഒരാളെ പറയും, കുറച്ച് അത് മാറ്റിട്ട് ഇതല്ല വേറെ ആണെന്ന് പറയും, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അല്ലാന്ന് പറയും, അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് പറയും ഇതെല്ലാം കൂടി വേറെ ആണെന്ന് പറയും. അപ്പൊ കുറേ ടൈം എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം എഴുതുന്നത് കേട്ടോ. ബേസിക് ക്യാരക്ടറിന്റെ ആദ്യം നമുക്ക് അതിന്റെ ബേസിക് പ്രൂവൺ ചെയ്ത 2 ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഒന്ന് എഴുതാം, അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാം കേട്ടോ. നോക്കാം. നമുക്കറിയാം ആസിഡ് റിയാക്ട് വിത്ത് ബേസ് ടു ഫോം എന്തുണ്ടാവും? സോൾട്ട് ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന അമീൻ ബേസ് ആണെങ്കിൽ അതിലേക്ക് ആസിഡ് ആഡ് ചെയ്ത് എന്ത് കിട്ടും? സോൾട്ട് ഫോം ചെയ്യും. അപ്പോൾ ബേസിക് സിറ്റി പ്രൂവൺ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ആദ്യം കൊടുക്കുന്നത്. അതൊന്ന് എടുത്ത് എഴുതാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എഴുതിക്കാം. അനലിൻ റിയാക്ട് വിത്ത് അനലിൻ. അനലിൻ എന്ന് പറയുമ്പോൾ എന്താ? ബെൻസീന്റെ ഇങ്ങനെ മുകളിൽ NH2 പ്ലസ് HCl. HCl ആസിഡ് ആണ്. ആസിഡ് പ്ലസ് ബേസ് ആണ് ഇവിടെ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു സോൾട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇത് ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് ഇതൊരു സോൾട്ട് ആണ് എഴുതിയത്. അമോണിയം സോൾട്ട് ആണ് ആക്ച്വലി നേരത്തെ കണ്ടതുപോലെ. അനലിനം ക്ലോറൈഡ് ഇതിന്റെ പേര്. അനലിനം ക്ലോറൈഡ്. അനലിനം ക്ലോറൈഡ്. അനലിനം ക്ലോറൈഡ്. അപ്പൊ ഇവിടെ എഴുതി വെക്കുക സ്ലൈറ്റ്ലി ബേസിക്. ഇതെന്താ? ആസിഡ് ടു ഫോം സോൾട്ട്. ബേസിക് ക്യാരക്ടർ പ്രൂവൺ ചെയ്യുന്ന ഇക്വേഷൻസ്. അനലിനം ക്ലോറൈഡ്. ക്ലോറിനാവുമ്പോൾ ക്ലോറൈഡ് കേട്ടോ.
ഈ പ്ലസ് വരുമ്പോൾ ഈ കോമ്പൗണ്ട് വിളിക്കുന്ന പേര് അനലിനം അയോൺ എന്നാണ് ആക്ച്വലി വരുന്നത്. അപ്പൊ അനലിനം ക്ലോറൈഡ്. ഇനി ഇതിന്റെ താഴെ എഴുതുക ജനറൽ ബേസിസിറ്റി ഓർഡർ അല്ലെങ്കിൽ ബേസിക് ക്യാരക്ടർ ഓർഡർ. ജനറൽ ബേസിസിറ്റി ഓർഡർ. സെക്കൻഡറി ആണ് ഏറ്റവും ഹയസ്റ്റ്, അത് കഴിഞ്ഞ ടെറിഷറി, അത് കഴിഞ്ഞ പ്രൈമറി, അത് കഴിഞ്ഞ NH3 എന്ന് പറഞ്ഞാൽ അമോണിയ ആണ് അല്ലെ, ഓർത്തോക്കാം. അത് കഴിഞ്ഞ അനലിൻ, പെൻസിലിൻ വരും അനലിൻ. ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ വരെ ഉള്ളൂ, പക്ഷെ ഇത് രണ്ടും കൂടി എടുത്തു കഴിഞ്ഞാലാണ് ടെക്സ്റ്റ് ബുക്കിൽ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനിയും കുറെ ഓർഡറിൽ എഴുതും, അതുകൊണ്ട് ഇത് എടുത്ത് ഒരു ബോക്സിലൊക്കെ ആക്കി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് കഴിഞ്ഞ് കുറെ ടൈപ്പ് ഓഫ് ഓർഡർ ഒക്കെ എഴുതും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിലേക്കാണ് ഓർത്ത് വെക്കേണ്ടത്. ഇപ്പൊ ജനറൽ ബേസിസിറ്റി ഓർഡർ ആണ്. പ്രാക്കിൽ അവിടെ അക്വസ് എന്ന് എഴുതി വെക്കും. ജനറൽ ബേസിസിറ്റി ഓർഡറിന്റെ അവിടെ പ്രാക്കിൽ അക്വസ്. ചിലപ്പോൾ അവന്മാര് അക്വസ് എന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ, ഓർത്ത് ലിക്വിഡ് ആണ് എന്നുള്ള രീതിയിലൊക്കെ തരും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഓർഡർ ആണ് ആക്ച്വലി വരുന്നത്. അപ്പോൾ നോർമലി ഈ ഓർഡറിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ പേജില് 2.5 പേജ് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോൾ ഇതിന്റെ താഴെ ഒന്ന് എഴുതി ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാം, അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ, ഓർത്ത് വെക്കാം. Above this order is due to above this order, ഈ ഓർഡറിന്റെ റീസൺ ആണ്. Above this order is due to above this order is due to interplay of the inductive effect, interplay of the inductive effect, comma solvation effect and steric hindrance. Repeat ചെയ്യാം. Inductive effect, comma solvation effect and steric hindrance. And steric hindrance of the alkyl group. Of the alkyl group. മൂന്ന് വേർഡുകൾ ഓർത്തു വെക്കുക. ഏതൊക്കെയാണ്? ഇൻഡക്റ്റീവ് എഫക്റ്റ്, സോൾവേഷൻ എഫക്റ്റ്, സ്റ്റെറിക് ഇൻഫ്ലുവൻസ് കേട്ടോ, ഓർത്തു വെക്കാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ആദ്യം നിങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഓർത്തു വെക്കാം. അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഡർ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മൂന്ന് ആൾക്കാരെ വെച്ചിട്ടാണ് ആക്ച്വലി വരുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ക്ലാസ്സിൽ സ്കൂളിൽ പല സബ്ജക്റ്റും പഠിക്കാനുണ്ടല്ലോ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇങ്ങനെ 3 സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് കരുതാം, ഓർത്തു വെക്കാം. അപ്പോൾ ക്ലാസ് ടെസ്റ്റ് നടത്തിയ സമയത്ത് ആത്മ കെമിസ്ട്രിക്ക് 99 കിട്ടിയെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. 99. അടുത്ത ആൾ ഇവിടെ ഉണ്ട്, സെക്കൻഡ് തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് കിട്ടിയേക്കുന്നത് ഫിസിക്സിൽ ടോപ്പറാണ് അയാൾക്ക് 98. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് മാത്സിൽ 98. 3 പേരാണ് ഇവിടെ വന്നേക്കുന്നത്. പക്ഷേ ക്ലാസിന്റെ ടോട്ടൽ പെർഫോമൻസ് വന്ന സമയത്ത് ക്രിസായി ഫസ്റ്റ്. എന്തുകൊണ്ട്? ആവറേജ് എടുത്ത സമയത്ത് അല്ലെ, ആത്മ കെമിസ്ട്രിയില് ഫസ്റ്റ് ആയി. പക്ഷെ എന്ത് പറ്റും? ചിലപ്പോൾ അടുത്ത സബ്ജക്റ്റില് അടുത്ത സബ്ജക്റ്റില് ചിലപ്പോൾ ഭയങ്കരമായിട്ട് മാർക്ക് കുറയാം. അങ്ങനെ വന്ന സമയത്ത് ഈ പറയുന്നതിന്റെ മിഡിൽ ആവറേജ് നിന്ന ആളെന്തായി? ഫസ്റ്റിലേക്ക് വന്നു. മനസ്സിലായി എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ 98 വെച്ചിട്ട് ക്രിസ് ബാക്കിലേക്ക് ഉണ്ടായി മറ്റവൻ അല്ലെ. അടുത്തതിലായി കഴിഞ്ഞപ്പോഴും തൊട്ട് ബാക്കില് ഇയാളുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് ആവറേജ് എടുത്ത സമയത്ത് എന്ത് ചെയ്തു? ഇയാൾ കയറി വന്നു. ഇതുപോലത്തെ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റും റീസൺ ഒക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ ഓർഡറേ ആയിരിക്കില്ല അവര്, വേറെ പല ഓർഡറാണ്. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ബേസിറ്റി ഓർഡർ പ്രൈമറി സെക്കൻഡ് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് പറയുന്നത് ഇതൊന്നുമല്ല. അങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ആദ്യത്തെ ടോപ്പിക് എടുക്കാം. ഇതിലെന്തായിരുന്നു? ഇന്റർപ്ലേ ഓഫ് ദി ഫസ്റ്റ് എന്തായിരുന്നു? ഇൻഡക്റ്റീവ് എഫക്ട്. ഓർത്ത് നോക്കാം. ഇൻഡക്റ്റീവ് എഫക്ട് ഐ എഫക്ട് എന്നാ പറയും. ഐ എഫക്ട് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാം. ഐ എഫക്ട് എന്ന് പറഞ്ഞത് ഒരു എക്സാമ്പിൾ ഒക്കെ എഴുതിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. സി
CH3 CH3. ഇതെന്താണ്? ഇതിനെന്താ വിളിക്കാം? സി ഇല്ല. ഇതിനെന്താ വിളിക്കാം? ടെറിഷറി അമീൻ. ഇതെന്തായിരിക്കും? ഇതെന്തായിരിക്കും? സെക്കൻഡറി. CH3NH2 എന്ന എന്തായിരിക്കും? പ്രൈമറി. ഇങ്ങനെ 3 കാറ്റഗറൈസേഷൻ വന്നേക്കാണെന്ന് കരുതാം കേട്ടോ. ഇതിന് പകരം 6 കൊടുത്താൽ നമുക്ക് മനസ്സിലാവും. 6 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ലെ ഓർത്ത് നോക്കാം. 6 അല്ലെങ്കിൽ CH3 ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പാണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണോ വിഡ്രോയിങ് ആണോ? 6 ഗ്രൂപ്പ് എന്താ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്. ഈ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ബേസിക് ക്യാരക്ടർ കൂടും കുറയും. ഇതെല്ലാം ചാപ്റ്ററും ഉണ്ട് കേട്ടോ. ബേസിക് ക്യാരക്ടർ കൂടും, അസിഡിക് ക്യാരക്ടർ കുറയും. അല്ലെ? എത്തനോൾ ഓർ പ്രൊപ്പനോൾ വിച്ച് ഈസ് മോർ അസിഡിക് ആൻഡ് വൈ? എന്തായിരുന്നു? എത്തനോൾ ഓർ പ്രൊപ്പനോൾ? എത്തനോൾ. കണ്ടോ? ഓർത്ത് നോക്കുക. എത്തനോൾ എന്ന് പറയുമ്പോൾ എന്താ? അവിടെ കാർബൺ ചെയിൻ കുറഞ്ഞാല് എന്ത് പറ്റും? അസിഡിറ്റി കൂടും. അപ്പോ കാർബൺ ചെയിൻ കൂടിയാല് ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യും? കൂടും. കാർബൺ ചെയിൻ കൂടി കഴിഞ്ഞാൽ ബേസിക് ക്യാരക്ടർ കൂടും. അങ്ങനെയാണെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്. ഈ CH3 ഗ്രൂപ്പില്ലേ, അവരെന്താ വിളിക്കാം? R ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പ്. അവർ കൂടിക്കഴിഞ്ഞാൽ ബേസിക് ക്യാരക്ടർ കൂടും. ഇത് എവിടെ പറഞ്ഞിരിക്കുന്ന? ഈ ചാപ്റ്റർ ആണോ? അത് ഫസ്റ്റ് ചാപ്റ്റർ, ഇൻഡക്റ്റീവ് എഫക്ട്. അവിടെ ഓർത്ത് നോക്കാം. ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ ഡെഫിനിഷൻ എന്താ? പോളറൈസേഷൻ ഓഫ് സിഗ്മ ബോണ്ട് കോസ്ഡ് ബൈ ദി പോളറൈസേഷൻ ഓഫ് അഡ്ജസൻറ്റ് സിഗ്മ ബോണ്ട്. അവിടെ ഓർത്ത് നോക്കാം. അങ്ങനെ വരുന്നതാണ് കേട്ടോ. ഓർത്ത് നോക്കുക. വേറെ ഒന്നുമില്ല അല്ലേ? ഇൻഡക്റ്റീവ് എഫക്ട് പണ്ട് ഞാൻ പറഞ്ഞു അല്ലേ? CH3 N അല്ലേ? ഓർത്ത് നോക്കുക. N CH3 നമ്മൾ ഷെയർ ചെയ്യാണ് കേട്ടോ. ഓർത്ത് നോക്കുക. അച്ഛന്താണ് നൈട്രജൻ, ഞാൻ CH3 ആണ് ആക്ച്വലി വരുന്നത് അല്ലേ? ഓർത്ത് നോക്കാം. അച്ഛൻ്റെ ആ പേനയുണ്ട് ആക്ച്വലി. ഞാൻ എന്നിട്ട് പറയും പേന കൊടുക്കും. അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഓർത്ത് നോക്കുക. അവിടെ ഓർത്ത് നോക്കുക. തൊട്ട് ബാക്കിലിരിക്കുന്ന അയാളാണ് പേന ചോദിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ പറയും അച്ഛൻ്റെ പേന കൊടുക്കുന്നത് ഇങ്ങനെ അല്ലേ? ഞങ്ങൾ 3 പേരും കൂടി പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ അല്ലേ അച്ഛൻ എന്ത് ചെയ്യും? അപ്പൊ തന്നെ പേന കൊടുക്കും. അങ്ങനെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിളിക്കുന്ന പേരെന്താ? ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ലൂയിസ് ആസിഡ് ആൻഡ് ബേസ് അവിടെ പറയുന്നുണ്ട്. ലൂയിസ് ആസിഡ് എന്താ? ആക്സെപ്റ്റ് ഇലക്ട്രോൺ ആസിഡ്. AA എങ്ങനെ ഓർത്ത് നോക്കണം? ആക്സെപ്റ്റ് ഇലക്ട്രോൺ ആസിഡ്. AA ബാറ്ററി ഓർത്ത് നോക്കുക. ആക്സെപ്റ്റ് ഇലക്ട്രോൺ ആസിഡ്. അപ്പൊ ഡൊണേറ്റ് ഇലക്ട്രോൺ എന്തായിരിക്കും? ബേസ്. അപ്പൊ ഞങ്ങൾ 3 പേരും ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. അച്ഛൻ്റെ അടുത്ത് പറയാണ് അച്ഛനാണ് നൈട്രജൻ. ആ പേന എന്ന് പറഞ്ഞ ഇലക്ട്രോൺ ആണ്. അതെന്ത് ചെയ്യും? ഡൊണേറ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് പറ്റും? ഡൊണേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇത് കണ്ടോ. അപ്പൊ നൈട്രജന് ചുറ്റും 3 ഗ്രൂപ്പ്സ് ഉണ്ട്. അവരെന്ത് ചെയ്യും? ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ വന്നാൽ ബേസിക് ക്യാരക്ടർ ഏറ്റവും ഹൈയസ്റ്റ് ആവുക ടെറിഷറി, സെക്കൻഡറി, പിന്നെ എന്തായിരിക്കും? പ്രൈമറി. അപ്പൊ ഏതൊക്കെ ഒരു ഓർഡർ വരും? ടെറിഷറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി. ബേസിക് ക്യാരക്ടർ എന്തിന്റെ ഓർഡറിൽ? ഇൻഡക്റ്റീവ് എഫക്ട് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ കെമിസ്ട്രിയുടെ റിസൾട്ട് വന്നപ്പോൾ ആരായി? ഫസ്റ്റ് ടെറിഷറി, പിന്നെന്ത് വന്നു? സെക്കൻഡറി, പിന്നെന്ത് വന്നു? പ്രൈമറി. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ ഒന്ന് നോട്ട് ചെയ്തു. ഇത് എഴുതിയോ? ഇത് ബോക്സിലാക്കി വെച്ചോ കേട്ടോ. ഇതൊക്കെ കൂടി കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂഷനോ പഠിക്കണ്ട, വെറുതെ ആക്കി വെച്ചാൽ മതി കേട്ടോ. ഓർത്ത് നോക്കാം കേട്ടോ. ഇത് കൂടി പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ കൂടി തെറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇത് വളരെ സ്ലോ ആയിട്ട് എഴുതി വെക്കുക. ഈ ബോക്സിൽ ഇട്ടേക്കുന്നത് കാണാതെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. എഴുതി വെക്കുക. ഇൻഡക്റ്റീവ് എഫക്ട് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ R ഗ്രൂപ്പ് കേട്ടോ. എക്സാമ്പിൾ എഴുതുമ്പോ CH3 ഒരു R എന്ന് കൊടുത്തേക്ക് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എഴുതാൻ CH3 ആണെന്ന് പറയും. ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? CH3 മാത്രമല്ല, ഏത് വേണമെങ്കിലും വരാം അല്ലേ? R എന്ന് എഴുതണം കേട്ടോ. ഇങ്ങനെ എഴുതുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്. ബ്രാക്കിൽ എന്ത് ഇൻഡക്റ്റീവ് എഫക്റ്റാ? പ്ലസ് I എഫക്ട് കേട്ടോ. ബ്രാക്കിൽ പ്ലസ് I എഫക്ട് increases basic strength കേട്ടോ. ഓർത്ത് നോക്കാം. increases basic strength ഒരു കുഞ്ഞു വേർഡ് ആക്കാൻ നോക്കാം പരമാവധി. എന്തായിരുന്നു? ആൽക്കൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? പ്ലസ് I എഫക്ട് increases basic strength. സെന്റൻസ് ആക്കരുത്, കട്ട് ചെയ്ത് നിർത്തണം. അപ്പൊ റീഡ് ചെയ്ത് മൈൻഡിൽ ഓർമ്മ തന്നെ കേട്ടോ. അത്രയ്ക്ക് ചെറുതാക്കാൻ നോക്കുക. ആ വേർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. 2 വേർഡേ ഉള്ളൂ. അതെ, സെന്റൻസ് പോലും ആക്കുന്നില്ല. ഒരു പാസേജ് ആയിട്ട് അതിൽ വലിയതുണ്ട് കേട്ടോ. ഈ സ്റ്റേറ്റ്മെന്റ്, അതേ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് 4 ലൈൻ ഉണ്ട്
കേട്ടോ. അങ്ങനെ വരുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആവും, അത് വരരുത്. അപ്പൊ ആർ ഗ്രൂപ്പ് കൂടുന്തോറും ആർ ഗ്രൂപ്പ് കൂടുന്തോറും ബേസിറ്റി കൂടും. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്തനമീൻ ആൻഡ് പ്രൊപ്പനമീൻ വിച്ച് ഈസ് മോർ ബേസിക് ആൻഡ് വൈ? എത്തനമീൻ ആൻഡ് പ്രൊപ്പനമീൻ വിച്ച് ഈസ് മോർ ബേസിക് ആൻഡ് വൈ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് പറഞ്ഞേ. രണ്ട് പ്രൈമറിയാ, എത്തനമീൻ ആൻഡ് പ്രൊപ്പനമീൻ. പ്രൊപ്പനമീൻ എന്തുകൊണ്ടാ? ആർ ഗ്രൂപ്പ് ഇൻക്രീസസ്, ബേസിക് ക്യാരക്ടർ ഇൻക്രീസസ്. അപ്പൊ ഇത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താ, എല്ലാം പ്രൈമറി അല്ലേ, മനസ്സിലായോ? അപ്പൊ സെക്കൻഡറി മാത്രം തരും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ആർ ഗ്രൂപ്പ് ആണ് കേട്ടോ. ആർ ഗ്രൂപ്പ് കൂടുന്തോറും എന്ത് കൂടും? ബേസിക് ക്യാരക്ടർ ഇൻക്രീസസ്. ആർ ഗ്രൂപ്പ് എന്താണെന്ന് മനസ്സിലായിട്ട് നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ എഴുതണം കേട്ടോ. ആർ ഗ്രൂപ്പ് CH3 CH2 ഗ്രൂപ്പ് ആണ്, അത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. ഇനി ഈ എക്സാമ്പിൾ ഒന്ന് എഴുതി വെച്ച്, therefore എന്താണ്, ഇൻഡക്റ്റീവ് എഫക്റ്റീവ് വ്യൂ മാത്രമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സബ്ജക്ട് ഉണ്ട്? 3 സബ്ജക്ട്. ഏതൊക്കെയാ? ഇൻഡക്റ്റീവ് എഫക്റ്റ്, സോൾവേഷൻ, പിന്നെ എന്തായിരുന്നു? സ്റ്റെറിക് ഹിൻഡ്രൻസ് അല്ലേ? ഓർത്തുവെക്കുക. ഇൻഡക്റ്റീവ് എഫക്റ്റ് വ്യൂവിലാണ് ഇപ്പോൾ എഴുതുന്നത്. ഏതായിരുന്നു? ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി. ഇത് ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ വ്യൂവിൽ ചോദിച്ചോ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. പ്ലസ് ഐ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യും, അതാണ് ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്നത്. therefore basic character increases കേട്ടോ. therefore basic character increases കേട്ടോ. ആ രണ്ട് വേർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ പറയാം, ഇവിടെ എന്താണ്, ഇലക്ട്രോൺ ഡെൻസിറ്റി ഓഫ് നൈട്രജൻ വേരിയേഷൻ. therefore ഇവിടെ ഒരു ലോൺ പെയർ ഒക്കെ ഉണ്ടാവും. നൈട്രജന്റെ ആറ്റമിക് നമ്പർ എത്രയാ? 2,57 അല്ലേ? ഔട്ടർമോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 5. ദേ ഇവിടെ ഒരാൾക്ക് കൊടുത്തു. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടൊക്കെ ഇരിക്കും കേട്ടോ. എക്സാമിന് ചോദിക്കുമ്പോൾ അതൊക്കെ കൂടി ചേർത്തെടുത്തേക്ക് വരുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. അത് വരരുത്. ഷാർപ്പ് വേർഡ് കീനായിട്ട് പഠിക്കാം. മാത്രം ഓർത്ത് നോക്കി. ഈ ലോൺ പെയർ ഒക്കെ ഉണ്ട്, ഇതൊക്കെ കാണിച്ച് വലിയ പടമൊക്കെ തരാം. അതൊന്നും ആവശ്യമില്ല, ഈ കറക്റ്റ് വേർഡ് മാത്രം പഠിക്കാൻ നോക്കാം. ദെൻ നെക്സ്റ്റ് അടുത്ത സോൾവേഷൻ എഫക്ട്. സോൾവേഷൻ കേട്ടോ, ഓർത്ത് നോക്കാം. സോൾവേഷൻ എഫക്ട്. സോൾവേഷൻ എഫക്ട് അത് നിങ്ങളാണ് പറയേണ്ടത്. ഇപ്പോ കുറച്ച് നേരത്തെ പറഞ്ഞു, വെള്ളത്തിലിട്ടാൽ ആരാണ് പെട്ടെന്ന് വാട്ടറിൽ ഡിസോൾവ് ആകുന്നത് എന്ന് പറഞ്ഞേ. പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷ്യറി ആണോ വെള്ളത്തിൽ പെട്ടെന്ന് ഡിസോൾവ് ആകുന്നത്? പ്രൈമറി. ഉറപ്പല്ലേ? എന്തുകൊണ്ടാ? അത് തന്നെയാണ് ഒരു സോൾവേഷൻ എഫക്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സോൾവേഷൻ എഫക്റ്റിന്റെ ഓർഡറിലായിരിക്കുമ്പോൾ ഏത് ഓർഡർ ആയിരിക്കും? ടെർഷ്യറി ആണോ, പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ? പ്രൈമറി അല്ലേ? നേരെ തിരിച്ചു പറഞ്ഞു. പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി. എന്ന റീസൺ ഒക്കെ പറയുമ്പോൾ എന്ത് പറയും? ടു ഫോം എ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. therefore എന്താണ്? പ്രൈമറി മോർ സോലുബിൾ. അങ്ങനെ വെള്ളത്തിൽ സോലുബിൾ ആയാൽ ബേസിറ്റി ഇൻക്രീസ് ചെയ്യും. അതാണ് റൂള്. വെള്ളത്തില് പെട്ടെന്ന് സോലുബിൾ ആയാൽ ബേസിറ്റി എന്ത് ചെയ്യും? കൂടും. അതുകൊണ്ടാണ് ഈ ഓർഡർ വരുന്നത്. സോൾവേഷൻ എഫക്റ്റില് ബേസിറ്റി ഇങ്ങനെയാണ് കേട്ടോ. ഓർത്ത് നോക്കാം കേട്ടോ. ഇതെല്ലാം ആരെ ചെക്ക് ചെയ്യാനാണ്? ബേസിക് ക്യാരക്ടർ ചെക്ക് ചെയ്യാനാണ് അല്ലേ? ഓർത്ത് നോക്കാം. സോൾവേഷൻ എഫക്ട് എന്ത് ഓർഡറാ? പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി. എഴുതിയോ? സോൾവേഷൻ എഫക്ട് റീസൺ എന്തായിരിക്കണം? നമ്മൾ നേരത്തെ എഴുതിയാണ്, നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കണം. അതാണ് ദിസ് ഇസ് ഡ്യൂ ടു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഹയർ ഇൻ പ്രൈമറി അല്ലേ? ഓർത്ത് നോക്കാം. NH2 ആണ് അല്ലേ? ഓർത്ത് നോക്കാം. മറ്റേത് NH, ഇതെന്താണ്? N. ഇനി അടുത്തത് എന്താണ്? സ്റ്റെറിക് ഹിൻഡ്രൻസ്. വാട്ട് ഈസ് സ്റ്റെറിക് ഹിൻഡ്രൻസ്? സ്റ്റെറിക് ഹിൻഡ്രൻസ് പറഞ്ഞു. ബൾക്കി ഗ്രൂപ്പ് അല്ലേ? സ്റ്റെറിക് ഹിൻഡ്രൻസ്, ബൾക്കി ഗ്രൂപ്പ് ഹിൻഡർ ദ അപ്രോച്ചസ് ഓഫ് ന്യൂക്ലിയോഫൈൽ. അങ്ങനെ വന്നാൽ ഏത് ഓർഡർ ആയിരിക്കും? എങ്ങനെയായിരിക്കും? കൂടുതൽ. ഇത് ഇവിടെ നോക്കി, ഈ ആർ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, ആർ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാനാണ്. അച്ഛനാണ് നമ്മുടെ നൈട്രജൻ അല്ലെ? ഓർത്ത് നോക്കാം. ഞങ്ങള് അല്ലെ, നമ്മൾ 3 പേരും, നിങ്ങൾ 3 പേരും എന്ത് ചെയ്യണം? അച്ഛൻ്റെ അടുത്ത് പറയാണ്, അച്ഛൻ്റെ നൈട്രജൻ ആണ്. നൈട്രജൻ ഇലക്ട്രോൺ നമുക്ക് 2 ചോക്ലേറ്റ് എടുക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. 2 ചോക്ലേറ്റ്. ഇയാൾ കുഞ്ഞു ആവയായിരുന്നു കേട്ടോ, LKG ആണ്. അപ്പൊ അച്ഛൻ ഇതിന്റെ ഓൾറെഡി ആ 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2 ചോക്ലേറ്റ് വാങ്ങിക്കാൻ അയാൾ ദൂരെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, കുഞ്ഞു ആവാം. ഞങ്ങൾ 3 പേരും പറയണം അച്ഛൻ്റെ കൊടുക്കുന്നു പറയാണ്. അതിനിടയ്ക്ക് ഇയാളുണ്ടല്ലോ, ഒരു കണ്ണുരുട്ടി കാണിച്ചു. എന്ത് പറ്റും അല്ലെ? കണ്ണുരുട്ടി ഇങ്ങനെയൊക്കെ കാണിച്ചു. അപ്പൊ എന്ത് ചെയ്യും? അയാള് പേടിച്ചു പോകും അല്ലെ? ഓർത്ത് നോക്കാം. ഹിൻഡർ ചെയ്യും. ആക്ച്വലി ഞങ്ങൾക്ക് കൊടുക്കാനൊക്കെ ആഗ്രഹമാണ്,
ഈ CH3 ഗ്രൂപ്പിനൊക്കെ R ഗ്രൂപ്പിനൊക്കെ കൊടുക്കാനാണ്. പക്ഷേ ഇവരെന്ത് ചെയ്യും, ഒരേ സമയത്ത് തന്നെ ഡൊണേറ്റിംഗും ആണ്, ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും അവര് ഹിൻഡറിങ്. അപ്പൊ ഹിൻഡറിങ് അപ്രോച്ചസ് കൊണ്ട് ഇയാൾക്ക് വന്നാൽ കറക്റ്റ് ദൂരെ നിന്ന് വരുന്നുണ്ട് ഇയാൾ, പക്ഷെ എന്ത് ചെയ്യും അയാൾക്ക് വന്നെടുക്കാൻ പറ്റില്ല. അപ്പോ ഈ R ഗ്രൂപ്പ് കൂടുന്തോറും സ്റ്റെറിക് ഹിൻഡറൻസ് എന്ത് ചെയ്യും കൂടും. അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇത് ആലോചിക്കും, പിന്നീട് എങ്കിലും അറിയിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ R ഗ്രൂപ്പ് കൂടുമ്പോ സ്റ്റെറിക് ഹിൻഡറൻസ് കൂടുമ്പോ ഓർഡർ നേരെ ഓപ്പോസിറ്റ് ആവും. എന്ത് വേണ്ട, പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വാട്ട് യു മീൻ ബേസ്. ബേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺ. കണ്ടോ, നൈട്രജന്റെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. EC2 ഡൊണേഷൻ വന്നാലാണ് മോർ ബേസിസിറ്റി വരുന്നത്. പക്ഷെ സ്റ്റെറിക് ഹിൻഡറൻസ് കാരണം ഈ ഓർഡർ എന്തായി ഇതായി. അപ്പോ ബേസിറ്റി 3 ഓർഡർ അവർ പറഞ്ഞു. ഇതിൽ നിന്ന് ഏത് ഓർഡർ എടുക്കും, അതാണ് ലാസ്റ്റ് അവരോട് ചോദിക്കുന്നത്, നമ്മളോട് ചോദിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് അവർ ഈ ഓർഡർ എഴുതിയിട്ടില്ല, നമ്മൾ ആ ബോക്സിൽ എഴുതിയിരിക്കുന്ന ഓർഡർ അവർ എഴുതി തന്നിട്ടില്ല. എക്സാമ്പിളിലാക്കി കുറെ ക്വസ്റ്റ്യൻസ് അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ആ ബോക്സിൽ വരച്ചില്ലേ അതിലേക്ക് എത്തണം. അതുകൊണ്ട് ലീസ്റ്റ് റിയാക്ടിവിറ്റി അല്ല, ബേസിറ്റി കുറയും. കാരണം ഇത് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, അതിന് ആര് ഹിൻഡർ ചെയ്യും, R ഗ്രൂപ്പ് ഹിൻഡർ ചെയ്ത് കളയും. അതുകൊണ്ട് ബേസിറ്റി ഈ ഓർഡർ ആവും. ഇനി നോക്ക്, ഈ 3 എണ്ണത്തില് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, കണ്ടോ, ഓർത്തുക, ഈ 3 എണ്ണത്തിലെല്ലാം ആവറേജ് നിൽക്കുന്ന ആരാ, സെക്കൻഡറി. അങ്ങനെ വാല്യൂ എടുക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് വേർഷൻ നിൽക്കുന്ന ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടിനേക്കാളും മോർ പ്രെമിനന്റ്. നമുക്ക് പറയാലോ, ചില മാർക്ക് വെയിറ്റേജ് ഒക്കെ ചില സബ്ജക്റ്റിന് കൂട്ടണ പോലെ ഇതിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. 50% ആണ് ശരിക്കും. ടോട്ടൽ 100 എടുക്കുകയാണെങ്കിൽ ഇതിനാണ് 50% വെയിറ്റേജ്. ഈ ബാക്കി 2 25 എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അങ്ങനെ എടുക്കുന്ന സമയത്ത് ആവറേജ് നിൽക്കുന്ന സെക്കൻഡറി എന്ത് വരും, മിഡിലേക്ക് വരും കേട്ടോ, നോക്കാം. അതുകൊണ്ടാണ് നമ്മൾ ആ ബോക്സിൽ എഴുതിയേക്കുന്നതിലേക്ക് എത്തുന്നത്. അപ്പൊ ഇന്റർപ്ലേ ഓഫ് ഏതൊക്കെയായിരുന്നു, ഇൻഡക്റ്റീവ് എഫക്ട്, സോൾവേഷൻ, പിന്നെന്തായിരുന്നു സ്റ്റെറിക് ഹിൻഡറൻസ്. നോക്കാം. അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ കുറെ പേജ് എടുത്തരും, ഇത് കുറെ എഴുതരും, ഇത് കുറെ എഴുതരും, എന്നിട്ട് മറ്റേത് പറയാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചാൽ എങ്ങനെ ചോദിച്ചാലും എന്തെങ്കിലും തെറ്റും. അതുകൊണ്ട് ആ ബോക്സിലുള്ളത് നീറ്റായിട്ട് പഠിക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം, ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. ക്ലിയർ ആണോ? ഓക്കെ. ഇനി എഴുതുന്ന അടുത്ത 2 കാര്യങ്ങളും കൂടി ബോക്സിൽ എടുത്തു വെക്കാം. അടുത്ത എഴുതി വെക്കാം, ഇൻ ഗേജ് സ്റ്റേറ്റ്, അണ്ടർലൈൻ ചെയ്യണം. ഇൻ ഗേജ് സ്റ്റേറ്റ് basicity order, in gaseous state basicity order, basic character order എങ്ങനെ വേണമെങ്കിലും എഴുതിക്കോ കേട്ടോ, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിൽ എഴുതാം. ബേസിക് ക്യാരക്ടർ ഓർഡർ ഈ ടോപ്പിക്കിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യോട്ടോ നമ്മൾ, എന്നിട്ട് ഇന്ന് പോകുള്ളൂ അല്ലേ. ഓക്കെ ആണ്. അപ്പോ കാരണം മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കേട്ടോ ഓർത്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാം. ഓക്കെ, ബാക്കിൽ നിന്ന് അവരൊക്കെ അങ്ങനെ പറയുന്നു. അപ്പോ ഗ്യാസ് ആണ്. ഗ്യാസ് എന്ന് പറയുമ്പോൾ എന്തില്ല, സോൾവേഷൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്തായി, ഇത് 50% ആണെന്ന് പറഞ്ഞു, ബാക്കി ഇത് 25%. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ ഓർഡറിലേക്ക് വരികയാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എന്തില്ല, സോൾവേഷൻ എഫക്റ്റ് ഒന്നും അവിടെ ഇല്ല. അപ്പൊ ഈ ഗേഷ്യസ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്ന ഓർഡർ ഒന്ന് എഴുതി വെക്കാം. ഈ ഓർഡർ ആണ് കേട്ടോ, ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ ഓർഡർ മാത്രമാണ്, കാരണം അവിടെ സോൾവേഷൻ എഫക്റ്റോ ബാക്കി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഓർഡർ എങ്ങനെയാണ്, ടെറിഷറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ, NH3 ഗ്രേറ്റർ ദാൻ, അനലിംഗ്. അല്ല, ഇത് ബോക്സിലാക്കി വെക്കണം കേട്ടോ. കുറെ കാര്യങ്ങൾ എഴുതി ബോക്സിലാക്കി വെക്കേണ്ടതേ പഠിക്കാവൂ, ബാക്കിയുള്ളത് പഠിക്കണ്ട. എടുത്തു പറയാണ്, ബാക്കിയുള്ളത് എന്ത് ചെയ്യണ്ട, നിങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഈ ബോക്സിലാക്കിയേക്കുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്യും, ടെക്സ്റ്റ് ബാഗിൽ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും. ജനറൽ ഓർഡർ 2 എണ്ണം പഠിപ്പിച്ചു. ഏതൊക്കെയാ? ഒന്ന് ജനറൽ ഓർഡർ, ഒന്നും പറയാതെ ഗ്യാസ് ഒന്നും പറയില്ല, ചിലപ്പോൾ ഒരു അക്വസ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ ഏത് ഓർഡർ ആയിരുന്നു? സെക്കൻഡറി ഗ്രേറ്റർ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, ടെറിഷറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ, NH3 ഗ്രേറ്റർ ദാൻ, അനലിംഗ്. എന്തുകൊണ്ടാണ് ഈ അനലിംഗ് ലാസ്റ്റ് ആയത്? നിങ്ങൾ ആർക്കെങ്കിലും പറയാൻ ഒന്നുമല്ല, കഴിഞ്ഞതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബെൻസീൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്, ബെൻസീൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. അങ്ങനെ വന്നാൽ ഇപ്പൊ ഫിനോൾ ആൻഡ് ആൽക്കഹോൾ വിച്ച് ഈസ് മോർ അസിഡിക് ആൻഡ് വൈറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ആണോ? ഫിനോൾ ആണ്. ഫിനോളിൽ ബെൻസീൻ ഉണ്ട് അല്ലേ? ആ ബെൻസീൻ നമ്മൾ പറയുന്ന ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. അപ്പൊ അങ്ങനെ ഓർത്ത് നോക്കുമ്പോ വിഡ്രോയിങ് വരുമ്പോ അസിഡിക് ക്യാരക്ടർ എന്ത് ചെയ്യും? കൂടും.
ബേസിക് ക്യാരക്ടർ എന്തെയും കുറയും കേട്ടോ, ഓർത്ത് നോക്കാം. അതുകൊണ്ടാണ് എപ്പോഴും ബെൻസീൻ വന്നാൽ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. ഇനി സെക്കൻഡറി ടെർഷ്യറി ഇതിൽ നോക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അവർ പറ്റിക്കാൻ വേണ്ടി ഇവിടെ തന്നെ സെക്കൻഡറി ഇടും. അപ്പോൾ പല കുട്ടികളും ഇവിടെ എഴുതും. ബെൻസീൻ കണ്ടാൽ ഇപ്പൊ ഏറ്റവും ലാസ്റ്റിലേക്ക് പോകും, എന്നിട്ട് അവിടെ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ഒക്കെ നോക്കിക്കോ. ബെൻസീൻ കണ്ട ഏറ്റവും ലാസ്റ്റിലേക്ക് എഴുതണം, കാരണം ബെൻസീൻ എന്താ ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ് കേട്ടോ, ഓർത്ത് നോക്കുക. ബെൻസീന്റെ മുകളിൽ അവർ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ഒക്കെ തരും. ഏത് ഇവിടെ അങ്ങനെ വന്നാലേ ഏറ്റവും ലാസ്റ്റ് കേട്ടോ. ഇത് തന്നെ അത് വന്ന ആ ഗ്രൂപ്പിനായിരിക്കും NH2 ഉള്ളതുകൊണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇനി കുറെ ഒക്കെ വരും. അത് പിന്നെ വേറെ ഒന്നുമില്ല. ഇത് നോക്കിയേ, അത് നിങ്ങളുടെ ലോജിക്കിൽ കിട്ടാവുന്ന കാര്യം. ഇതെന്താ സെക്കൻഡറി അമീന അനിലിന, ഇതിനായിരിക്കും കൂടുതൽ ഇവിടെ എത്തും. ഇല്ല, ഇതൊക്കെ ഈ ഓർഡർ തന്നെ പോകും. അപ്പൊ ഇത് എത്തുന്ന സമയത്ത് ഇത് ഹയർ ആയിരിക്കും. എന്തുകൊണ്ടാ? CSB ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞേക്കുന്ന ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ എന്ത് ചെയ്യും? ബേസിക് ക്യാരക്ടർ ഇൻക്രീസസ്. ഇതിനേക്കാളോ കേട്ടോ. അതൊക്കെയാണ് ബാക്കിലെ ക്വസ്റ്റ്യൻസ്. പെൻസിൽ സൈഡ് ചെയ്ത് കിട്ടാൻ CSB ഗ്രൂപ്പ് വരുമ്പോൾ എന്ത് ചെയ്യും? ബേസിക് ക്യാരക്ടർ കൂടും. അങ്ങനത്തെ പ്രശ്നം ബാക്കിലുണ്ട്, പേടിക്കണം കേട്ടോ. ഇപ്പൊ തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഓർഡർ ബോക്സിലാക്കി വെച്ചല്ലോ, പുറത്തു നോക്കാം. ഇനി ടെക്സ്റ്റ് ബുക്കില് ഇതുണ്ടാവില്ല, ഇത്രയും വരെ തരുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ നിങ്ങൾ വീട്ടിൽ പോയിട്ട് തുറന്നു നോക്കാം. പക്ഷെ ഇതും കൂടി തരുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ രണ്ടെണ്ണം ബോക്സ് അല്ലേ, ക്ലിയർ ആണോ? ഓർത്ത് നോക്കാം. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ഇൻ കേസ് ഓഫ് മീഥൈൽ എഴുതി വെച്ചു. ഇൻ കേസ് ഓഫ് മീഥൈൽ അമീൻ, അയാൾക്ക് മാത്രം ഒരു സ്പെഷ്യൽ ഓർഡർ ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ഇൻ കേസ് ഓഫ് മീഥൈൽ അമീൻ, ഇൻ കേസ് ഓഫ് മീഥൈൽ അമീൻ. മീഥൈൽ അമീൻ എന്ന് പറയുന്നത് ഇതാണ് CH3. ഈ ഗ്രൂപ്പ് വന്നാൽ കേട്ടോ, ഓർത്ത് നോക്കാം. CH3 twice NH എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, അത് കഴിഞ്ഞിട്ട് പ്രൈമറി അവർ CH3 NH2. ഇത് കഴിഞ്ഞ് ടെർഷ്യറി, അവർക്ക് മാത്രം ഒരു സ്പെഷ്യൽ ഓർഡർ ഉണ്ട്, അതുകൊണ്ട് അത് പഠിക്കേണ്ടി വരും. CH3 thrice NH3 ഇത് സെക്കൻഡറി, ഇത് പ്രൈമറി, ഇത് ടെർഷ്യറി, NH3 മനസ്സിലാക്കണം. ഇവിടെ എത്തിയപ്പോ ഇതും ബോക്സിലാക്കണം. 3 കാര്യങ്ങളാണ് ബോക്സിലാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രം മര്യാദ പഠിക്കാം കേട്ടോ. ഇത്രയും ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കാം. ഇനി 2 പോയിന്റ് കൂടി തന്നാൽ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. NO2 ഗ്രൂപ്പ് കോമ ബെൻസീൻ. ബെൻസീൻ എന്ന് പറഞ്ഞാൽ എന്താ? C6H5 അല്ലേ? ഇലക്ട്രോൺ എക്സെട്രാ, കുറെ ആൾക്കാരുണ്ട് അതുപോലെ എക്സെട്രാ. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ എക്സെട്രാ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ബ്രാക്കറ്റില് മൈനസ് I എഫക്ട്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ബേസിക് ക്യാരക്ടർ decreases. Basic character decreases. Electron withdrawing group നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. NO2, ബെൻസീൻ എക്സെട്രാ. ഈ രണ്ടെണ്ണം വെച്ചിട്ടേ ഉള്ളൂ. കുറെ ആൾക്കാരുണ്ട് അതുപോലെ. NO2, ബെൻസീൻ, ഈ ഗ്രൂപ്പുകൾ വന്നാൽ എന്തായിരിക്കും? അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യും? ഡിക്രീസസ്. ബ്രാക്കറ്റിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് റീസൺ ഒക്കെ ചോദിച്ചാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈനസ് I എഫക്ട് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയത്. ഇൻഡക്റ്റീവ് എഫക്ട് കേട്ടോ. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ബ്രാക്കറ്റില് നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസ് I എഫക്ട്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ബേസിക് ക്യാരക്ടർ ഡിക്രീസസ്. ഓക്കെ ആണ്? ബേസിക് ക്യാരക്ടർ ഡിക്രീസസ്. ഇനി CH3 OCH3 ബ്രാക്കറ്റില്
R groups. R groups, electron, R എന്ന് പറയുമ്പോൾ എന്താ CSP പോലത്തെയുള്ള ഗ്രൂപ്പുകൾ. Alkyl group. Electron എന്തായിരിക്കും? Donating group plus psi effect. എന്ത് പറ്റും? Basic character increases. Basic character increases. Basic character increases. ഇനി ഈ ടോപ്പിക് തുടങ്ങുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ്, ഇങ്ങനെയൊന്നുമില്ല ഈ ടോപ്പിക് തുടങ്ങുന്നത്. ഈ ടോപ്പിക് തുടങ്ങുന്നത് PKA ആൻഡ് PKB വെച്ചിട്ടാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അതെന്താണെന്നൊക്കെ ഒന്ന് പറയാം. അത് എഴുതണ്ട, പഠിക്കണ്ട. പക്ഷേ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ എഴുതി വെച്ചോ. അടുത്ത തേർഡ് പോയിന്റ് കേട്ടോ. ഓർത്ത് നോക്കാം. തേർഡ് പോയിന്റ് എഴുതി വെക്കാം. ബേസിക് ക്യാരക്ടർ ഇൻക്രീസസ്. Basic character increases. PKB value decreases. Basic character increases. PKB value decreases. Basic character increases. PKB value decreases. അപ്പോ ടെക്സ്റ്റ് ബുക്കിൽ ഇനിയാണ് നിങ്ങൾ ഇത് സ്കൂളിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാവുമെങ്കിൽ മാത്രം അവിടെ ശ്രദ്ധിച്ചിരിക്കുക, അല്ലെങ്കിൽ അത് അറ്റൻഡീവ് ആവാതിരിക്കുക. അതാണ് നല്ലത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് കൺഫ്യൂഷൻ ആവും. ഏതെങ്കിലും ഒരു പേ കൊണ്ടുവരും. സ്കൂളിൽ എടുക്കുമ്പോൾ ഈ PKB വെച്ച് തുടങ്ങും. എവിടെയാണ് PKB ആദ്യമായിട്ട് പഠിച്ചത്? ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ pH പഠിച്ചു. pH ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ. ആ ഹൈഡ്രജൻ അയോണിൽ അതിന്റെ സ്റ്റോറി ഒക്കെ ഓർമ്മയുണ്ടോ? H2O. ഒരു ഗ്ലാസ് വെള്ളം ഇട്ടിരിക്കുകയാണ്. ആ വെള്ളത്തിൽ ആരൊക്കെയുണ്ട്? H+ ആൻഡ് OH- ആയിട്ട് മാറും. അപ്പോൾ H2O ഇവിടെ നോക്കിയേ, H2O forward and backward. Then എന്തൊക്കെ വരും? H+ and OH. ഇത് സയന്റിഫിക്കലി അവർ സ്റ്റഡി ചെയ്ത സമയത്ത്, വൺ മോഡ് എടുത്ത സമയത്ത് ഇതിന്റെ വാല്യൂ ഇവിടെ 10⁻⁻⁷. ഇവിടെ എന്ത് വരും? 10⁻⁻⁷. ഇക്വിലിബ്രിയം Kc അപ്ലൈ ചെയ്താൽ എന്ത് വരും? 10⁻⁻⁷ into 10⁻⁻⁷ divided by പ്യുവർ വാട്ടർ എത്ര എടുക്കും? 1. അപ്പോൾ എത്ര കിട്ടും? 10⁻⁻40. അങ്ങനെയാണ് PH പേപ്പറിൽ എത്ര വരുന്നത്? 0 മുതൽ 14 വരെ വരും. 0 മുതൽ 14 വരും. ഓർമ്മയുണ്ടോ? 0 മുതൽ 14 വരും. ഇനി നമ്മൾ ഇവിടെ Kcക്ക് പകരം ഇവിടെ കൊടുക്കുന്നത് KW എന്നായിരിക്കും. എന്തായിരിക്കും? ഇക്വിലിബ്രിയം ഇൻ വാട്ടർ. ഇതിന്റെ മീനിങ് എന്താ? ഇക്വിലിബ്രിയം ഇൻ വാട്ടർ. വാട്ടറിൽ ഇതൊക്കെ ഇതിന്റെ പേരെന്തായിരിക്കും? ഇത് KA. എന്ന് പറഞ്ഞാൽ എന്താ? ആസിഡ്. ഇതിന്റെ പേരെന്തായിരിക്കും? KB. ഇതെന്തായിരിക്കും? KB. അല്ലേ? ഓർത്ത് നോക്കാം. അപ്പൊ KA into KB equal to KW. എങ്ങനെയാ വരുന്നത്? KA into KB equal to KW. ഇനി ഒരു ആസിഡിന്റെ അകത്ത് OH- ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? ആസിഡിന്റെ അകത്ത് OH- ഉണ്ടോ? അതാണ് ചോദ്യം. ഉണ്ടാവോ? ഇല്ല. അങ്ങനെയല്ല തോന്നുന്നുണ്ട്. ആസിഡിന്റെ അകത്ത് OH ഉണ്ട് അല്ലേ? ഓർത്ത് നോക്കാം. ഇത് നോക്കിയേ, ഇത് 10⁻⁻⁷ ഇത് 10⁻⁻⁷ അല്ലേ? ഇവിടെ H+ കൂടി കഴിയുമ്പോൾ OH- എന്ത് ചെയ്യും? കുറയും. അപ്പൊ അതെന്താവും? ആസിഡ്. ആസിഡ് OH- കുറവായിരിക്കും, H+ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താവും? ന്യൂട്രൽ. അപ്പൊ H+ OH-നേക്കാളും കൂടിയാൽ അതെന്താവും? ആസിഡ്. അപ്പൊ ഒരു അസിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? അതിലെല്ലാത്തിലും PK ഉണ്ടാവും, KB ഉണ്ടാവും, K ഉണ്ടാവും, KB ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കുക. ഇത് വെച്ചിട്ടായിരിക്കും അവർ വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എഴുതി അതിന്റെ ഇക്വിലിബ്രിയം ഒക്കെ എഴുതി അങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റേറ്റ്മെന്റിൽ PKB ആദ്യം പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ബേസിറ്റി പഠിപ്പിക്കും. ആ പഠിപ്പിക്കുന്ന എല്ലാം ഈ ഓർഡർ ആയിരിക്കും. ഇൻഡക്റ്റീവ് എഫക്ട്, സ്റ്റെറിക് ഹിൻഡ്രൻസ്, അത് മാത്രം പഠിപ്പിക്കും. ഈ ബോക്സിൽ ഇട്ടേക്കുന്നത് മിക്കതും ഉണ്ടാവില്ല. കാരണം അതൊരു ഓർഡർ അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ മെയിൻ ആയിട്ട് പറയുന്നില്ല. അത് മിക്സ് ചെയ്തിട്ടാ പറയാ. എന്നിട്ട് അവർ പറയുന്നത് നിങ്ങൾ ഈ ലോജിക്കൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തോന്നാണ് കേട്ടോ. നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്തേക്കുന്നത്. ബോക്സിൽ വെച്ചേക്കുന്നത് കൺക്ലൂഷൻ. മനസ്സിലായി? അവിടേക്ക് എത്തുള്ളൂ ഏത് ക്വസ്റ്റ്യൻ ആയാലും. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്ത് നോക്കാം. അപ്പോ PKB യുടെ ഓർഡർ പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അത് എഴുതരുത്. എപ്പോഴും ഇത് അങ്ങ് എഴുതാം. കണ്ടോ? ഓർത്ത് നോക്കാം. ഇത് നേരെ ഓപ്പോസിറ്റ് ഇട്ടാ പോരെ? ഞാൻ കാണാതെ പഠിക്കണോ? ഓർത്ത് നോക്കാം. PKB യുടെ ഓർഡർ എന്തായിരിക്കും? അപ്പോ കണ്ടോ? ഏറ്റവും ഹൈയസ്റ്റ് PKB ഏതാ? ഇത്രയല്ലേ ഉള്ളൂ പരിപാടി. കണ്ടോ?
അപ്പോൾ പി കെ ബി ഒന്നും പഠിച്ചുള്ള ആ 3 ബോക്സ് മര്യാദക്ക് പഠിക്കുക, എന്നിട്ട് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് എഴുതാൻ പഠിക്കാം. ആ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ വേഗം ക്വസ്റ്റൻസ് കൊടുക്കാം. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ബുക്കുള്ള ആൾക്കാരൊക്കെ വേഗം എടുത്തു കേട്ടോ. ക്വസ്റ്റൻ ഒക്കെ എഴുതണം. 13.4 വേഗം എടുത്ത് എഴുതിയ എല്ലാവരും. 13.4 അതിൽ സെക്കൻഡ് ക്വസ്റ്റൻ ആണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റൻ ആ എക്സസൈസ് 9 എത്രയാ നിങ്ങളുടെ ബുക്ക്? 9.4 കേട്ടോ. 9.4 സെക്കൻഡ് ക്വസ്റ്റൻ. ക്വസ്റ്റൻ വായിക്കാം, ഒന്ന് എഴുതിക്കോ. ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത്. ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത്. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത്. അങ്ങനെ പറഞ്ഞാൽ ഏത് ഓർഡർ എടുക്കും നിങ്ങൾ പഠിച്ചേക്കുന്നതിൽ? CH3 ഗ്രൂപ്പ് അല്ല. അപ്പൊ ഏത് ഓർഡർ എടുക്കാം? ഏത് ഓർഡർ എടുക്കാം? CH3 ഗ്രൂപ്പ് മാത്രം തന്നാൽ മാത്രമാണ് ആ ഓർഡർ എടുക്കുക, അല്ലെങ്കിൽ ഒക്കെ ജനറൽ ആണ് കേട്ടോ. ശ്രദ്ധിക്കുക, ഇനി ഒരു CH3 ഉണ്ടായതുകൊണ്ട് ആ ഓർഡർ എടുക്കേണ്ട ആവശ്യമില്ല. തേർഡ് ഓർഡർ നിങ്ങൾ ഓർത്ത് നോക്കുക, ഫസ്റ്റ് ജനറൽ ഓർഡർ ആണ് ഇതിന്റെ വരിക അല്ലേ. ഓക്കെ, അപ്പോ അവിടെ തന്നേക്കുന്ന ക്വസ്റ്റ്യൻസുകൾ എഴുതാം. C6H5NH2 C6H5NH2 C6H5 NCH3 ചോയ്സ് അല്ലേ. CH3 twice, then C2H5 twice NH, then CH3NH2. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നോക്കണം കേട്ടോ. ഓർത്തുക, ഇതാണ് തന്നേക്കുന്നത് കേട്ടോ. ഓർത്തുക, ഇതാണ് തന്നേക്കുന്നത്. ഇതിന്റെ ഏതായിരിക്കും ഹൈയസ്റ്റ്, ഏതാണ് ലോവസ്റ്റ് കേട്ടോ. ഇതിലേക്കാണ് ഇതിന്റെ. നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഇത് ABCD എന്ന് കൊടുത്തേക്കാം. ABCD ഏതാ? ഇതെന്ത് ഓർഡർ ആയിരിക്കും? അതാണ് ആദ്യം. ശരിയാ, ജനറൽ ഓർഡർ അല്ലേ? ജനറൽ ഓർഡർ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഗ്യാസ് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതാ ജനറൽ ഓർഡർ. ജനറൽ ഓർഡർ ഏറ്റവും ഹൈയസ്റ്റ് സെക്കൻഡറി, പിന്നെന്തായിരുന്നു ടെറിഷറി, പിന്നെന്തായിരുന്നു പ്രൈമറി, പിന്നെന്തായിരുന്നു NH3, പിന്നെന്തായിരുന്നു അനലിൻ. അനലിൻ എന്ന് പറഞ്ഞ ബെൻസീൻ ഉണ്ട്. ഇതിൽ ബെൻസീൻ ഉണ്ടെങ്കിൽ അത് ലാസ്റ്റിലേക്ക് ഇടണം. ബെൻസീൻ ഉണ്ടോ? ഇവിടെ ഉണ്ട് അല്ലെ. പിന്നെ അവർ നോക്കേണ്ടത് ഏറ്റവും ലാസ്റ്റിലേക്ക് തട്ടിയേക്കണം. ഇനി പറ, ഈ രണ്ടെണ്ണത്തിൽ ആരായിരിക്കും ഹൈയസ്റ്റ്? സി. എന്തുകൊണ്ട് സി എന്ന് പറയാം? അപ്പൊ NH ഉണ്ട് അല്ലേ. NH കണ്ടാൽ അത് സെക്കൻഡറി കേട്ടോ. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊന്നും പറയരുത്. ഇതാണ് ഏറ്റവും ഹൈയസ്റ്റ്. ഇനി സെക്കൻഡ് ഹൈയസ്റ്റ് എന്ത് വരും? ഞാൻ പറഞ്ഞു ഇത് രണ്ടും ബെൻസീൻ വന്ന പിന്നെ ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഓപ്പൺ ചെയിൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്ത് വരും? ഡി, പ്രൈമറി. അപ്പൊ നമ്മൾ പഠിച്ചത് സെക്കൻഡറി, അത് കഴിഞ്ഞാൽ ടെറിഷറി. ടെറിഷറി ഉണ്ടോ അതിനകത്ത്? ഇല്ല, ടെറിഷറി ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്തെടുക്കണം? പ്രൈമറി. അപ്പൊ സി ആണ് ഏറ്റവും ഹൈയസ്റ്റ്. സെക്കൻഡ് ഹൈയസ്റ്റ് ഡി. ഇനി എന്ത് ചെയ്യും? ഇനി ഇത് എന്ത് ഓർഡർ ആണെന്ന് നോക്കട്ടെ കേട്ടോ. ഇൻക്രീസിംഗ് ഓർഡർ എന്നാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെ എഴുതാം? ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈയസ്റ്റ് ഇപ്പുറത്തുനിന്ന് തുടങ്ങണം കേട്ടോ. ഇൻക്രീസിംഗ് ഓർഡർ പറഞ്ഞാൽ ഇങ്ങനെ എഴുതി പഠിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ തിങ്ക് ചെയ്യണത് തലകുത്തി നിൽക്കരുത്, മനസ്സിലായി? ഇപ്പൊ പല ആൾക്കാരും ഇൻക്രീസിംഗ് ഓർഡർ തുടങ്ങി ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു എന്നാ അനലി പിന്നെ ഇപ്പുറത്തത് അങ്ങനെ തലകുത്തി വേണം. നിങ്ങൾ പഠിച്ച ഒരേ സ്റ്റൈൽ പഠിക്കുക, എന്നിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി പോയാൽ സി. അത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? ഡി. പിന്നെ എന്ത് വരും? ഈ പറ എയും ബിയും ഉണ്ട്. അതിലെത്തുമ്പോൾ നിങ്ങൾ എന്ത് നോക്കണം അല്ലെ? ഇത് ബെൻസീൻ്റെയും NH2. ഇവിടെ എന്തുണ്ട്? CH3 ഗ്രൂപ്പ്. എന്ത് ഗ്രൂപ്പാ? ഡൊണേറ്റിംഗ്. ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്ന ബേസിക് ക്യാരക്ടർ ഇൻക്രീസസ്. അപ്പൊ എന്ത് വരും? ബി. അത് കഴിഞ്ഞാൽ വേഗം എടുത്തെഴുത് കേട്ടോ. ആൻസർ ആണ് വേഗം. എന്തുപറ്റി? ആദ്യത്തെ ബോക്സിലുള്ളതൊന്നും വായിച്ചേ. ബോക്സിൽ നമ്മൾ എഴുതിയില്ലേ? ഏറ്റവും ആദ്യം എഴുതി ഒന്ന് വായിക്കും. അല്ല, ഏറ്റവും ആദ്യം നമ്മൾ ബോക്സിലാക്കി വെച്ചില്ലേ ബേസിക് ക്യാരക്ടറിന്റെ ഓർഡർ. വായിച്ചു. സെക്കൻഡറി, ടെറിഷറി, പിന്നെന്തായിരുന്നു? പിന്നെ വായിക്കും ഉള്ളു പറ. പിന്നെ ലാസ്റ്റ് എന്തായിരുന്നു? അനലിൻ അല്ലേ? എഴുതിയിട്ടുണ്ടോ അത്? ഇല്ലേ? അനലിൻ. ഇവിടെ ശ്രദ്ധിക്കാം.
C6H5 എന്ന് പറഞ്ഞാല് ബെൻസീൻ ആണ് കേട്ടോ. ബെൻസീൻ വന്നാൽ ഏറ്റവും ലാസ്റ്റ് ആണ്, അപ്പൊ അത് രണ്ടും എടുക്കില്ല കേട്ടോ. ബേസിറ്റി ഏറ്റവും കുറവാണ് അല്ലെ, ഏറ്റവും ലാസ്റ്റിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ സിയും ഡി ഇതില് സെക്കൻഡറി ഏതാണ് എന്ന് നോക്കണം. സെക്കൻഡറി എങ്ങനെ കണ്ടെത്തുക? സെക്കൻഡറി എങ്ങനെയാ നമ്മൾ നോക്കുക? ആറ് അല്ലെ. അപ്പൊ NH കണ്ടാൽ അത് സെക്കൻഡറി ആണ്, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. വെറും N കണ്ടാൽ എന്തായിരിക്കും അത്? വെറും N കണ്ടാൽ എന്തായിരിക്കും ശരിക്കും നോക്കുക? ടെറിഷറി. ഞാൻ നേരത്തെ വരച്ചതൊക്കെ അല്ലേ മറ്റേ ഇതിന്റെ ഓർഡർ ഒക്കെ അല്ലേ. അപ്പൊ വെറും N കണ്ട എന്തായിരിക്കും അവിടെ? ടെറിഷറി. NH കണ്ട NH2 കണ്ട പ്രൈമറി. അപ്പൊ ഇവിടെ നോക്കിയേ NH ഉണ്ട് അല്ലേ. ഇനി ആ ഓർഡർ ആണ് കണ്ടോ, ഏറ്റവും ഹൈയസ്റ്റ് സെക്കൻഡറി കണ്ടോ സി. ഇനി നമുക്ക് നോക്കാം ടെറിഷറി ഇവിടെ ഇല്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് അടുത്ത ഏതാ എടുക്കുക നമ്മള്? പ്രൈമറി. അപ്പൊ സി കഴിഞ്ഞ ഡി. ഇത് കഴിഞ്ഞിട്ട് ഈ രണ്ടെണ്ണമാണ് അല്ലെ, രണ്ടിലും ബെൻസീൻ ഉണ്ട്. C6H5 എന്ന് പറഞ്ഞ ബെൻസീൻ ആണ്. പിന്നെ നോക്കിയേ CH3 ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പാന്ന് എഴുതി വെച്ചേക്കുന്നത്? അല്ല, CH3 ഗ്രൂപ്പ് ഡാഷ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു 2 പോയിന്റ് എഴുതിയില്ലേ, എന്തായിരുന്നു? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. അവർ വന്ന എന്ത് പറ്റും? അവര് വന്ന എന്ത് പറ്റും? അസിഡിക്ക് ബേസിറ്റി എന്ത് പറ്റും എന്നാ എഴുതിയേക്കണേ? ഉണ്ടോ, ബേസിക് ക്യാരക്ടർ ഇൻക്രീസ് കേട്ടോ. അതുകൊണ്ടാണ് CH3 ഗ്രൂപ്പ് വരുമ്പോ ബേസിക് ക്യാരക്ടർ കൂടും. അതുകൊണ്ട് B വന്നു കേട്ടോ. നോക്കാം ഇവിടെ CH3 ഒന്നും ഇല്ല, അതുകൊണ്ട് A വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ ഓർഡർ വരുന്നത്. ഒരു കാര്യം ചെയ്യാൻ അധികം വൈകണ്ട, നിങ്ങൾക്ക് ഹോംവർക്ക് അല്ലെ 3.4 എല്ലാം ഹോംവർക്ക് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത ക്ലാസ്സിൽ അതാ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അത് നോക്കാം, ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ നോക്കാം. മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. തെറ്റ് ചെയ്യാനൊന്നും കുഴപ്പമില്ല, നമുക്ക് അത് ഇവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. എന്തോ 9.4 സോറി 9.4 കേട്ടോ. ടെക്സ്റ്റ് ബുക്കില് 9.4 എക്സസൈസ് കേട്ടോ. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഇപ്പൊ ഈ പഠിച്ചൊന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഞാൻ പറയാം കേട്ടോ. മൈൻഡ് ചെയ്യാം കേട്ടോ. ഫുൾ ക്വസ്റ്റ്യൻ